അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. കോട്ടയം SNDP യൂണിയന്റെ കീഴിലുള്ള 29 നമ്പർ മറിയപ്പള്ളി ശാഖയുടെ 29 എൻ്റെ മാതൃശാഖയുടെ പെട്ടെന്ന് 29 വന്ന് കൊല്ലാട്, എൻ്റെ സ്വന്തം വീട് കൊല്ലാട് ആണ്. പെട്ടെന്ന് 29 വന്ന് ക്ഷമിക്കണം. 26 നമ്പർ മറിയപ്പള്ളി ശാഖയുടെ ഗുരുദേവനിൽ നിന്നും നേരിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ആണ് നമ്മളും കൊല്ലാട്ടുകാരും ഒക്കെ. 26 നമ്പർ ശാഖയുടെ ആദരണീയനായ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് നേതൃസ്ഥാനത്തുള്ള ഭാരവാഹികളെ, അതുപോലെ തന്നെ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും കുമാരി സംഘത്തിന്റെയും അങ്ങനെയുള്ള എല്ലാ പോഷക സംഘടനകളുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട എന്നെ ശ്രവിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. എന്നെ പരിചയപ്പെടുത്തി സുധാ ഷിബു അരീപ്പറമ്പാണ് ഇപ്പോൾ എൻ്റെ സ്വദേശം കൊല്ലാടാണ്. കല്യാണം കഴിച്ചുവിട്ട വീട് അരീപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അധ്യാപികയായിട്ട് വിരമിച്ചു. മലയാളം ആയിരുന്നു വിഷയം. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ഒരു പഠിതാവാണ്. വ്യക്തിപരമായിട്ട് നിങ്ങളിൽ പലർക്കും എന്നെ പരിചയമുണ്ട്. ഞാനിവിടെ ശ്രീനാരായണ പഠന കേന്ദ്രത്തിൽ, ഇവിടുത്തെ പഠന കേന്ദ്രത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട നാത്തൂനുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് ഉഷ ടീച്ചർ, ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തത്. എൻ്റെ നാട്ടുകാരിയായ നീന ടീച്ചറുണ്ട്, കൊല്ലാട്ടുകാരിയായ നീന ടീച്ചർ. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഞാൻ പഠിപ്പിച്ച, അപ്പോൾ വാസുദേവാഷ്ടകം തന്നെയാണ് അന്ന് ഞാൻ എടുത്ത. കുറച്ച് പേരേ ഉള്ളൂ അത് കേട്ടൊരു 5-8 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നോട് രഞ്ജി സാറ് പറഞ്ഞു കൃതി തന്നെ എടുത്താൽ മതി. ഞാൻ പ്രഭാഷണമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇത് കൂടാതെ ഒരു കുടുംബയോഗത്തിലെ പ്രഭാഷണം പറയാനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കുടുംബയോഗത്തിൽ, അവിടെ വെച്ച് നടന്ന ഒരു ഹോളിൽ വെച്ച് നടന്ന ഒരു കുടുംബയോഗത്തിന് പ്രഭാഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ 26 നമ്പർ ഈ ശാഖയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന, നല്ല ഗുരുദേവന്റെ കടാക്ഷം, കൃപാകടാക്ഷം ഏറ്റവും ഉള്ള അനുഗ്രഹീതമായ ഒരു ശാഖയാണ്. ഇതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു പഠന കേന്ദ്രം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ സംഘടനയുടെ, ഈ ശാഖയുടെ തലപ്പത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ആമുഖത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. എന്നെ വിലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. കാരണം പെട്ടെന്ന് ഈ നമ്മൾ വിചാരിക്കും ശ്രീവാസുദേവാഷ്ടകം എന്ന് അതൊക്കെ എന്തുമാത്രം പറയാനുണ്ട്, നമുക്ക് ഒരു ദിവസം പറഞ്ഞാൽ പോലും തീരത്തില്ലാത്ത പോലെ കാര്യങ്ങളാണ് ആ കൃതിയിൽ. നമ്മളിപ്പോ അന്ന് പഠിച്ചവർക്കറിയാം അല്ലെ. അന്നും ഞാൻ കുറച്ച് ചുരുക്കിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ വളരെ ചുരുക്കി നമുക്ക് പോണം. എങ്കിലും കുറെ കാര്യങ്ങൾ പറയാതെയും പറ്റത്തില്ല അല്ലെ. 12:15 തീർക്കുകയും ചെയ്യണം. നമുക്ക് നേരെ കൃതിയിലേക്ക് ഞാനതുകൊണ്ട് ആമുഖങ്ങളൊന്നുമില്ലാതെ, കൃതികൾ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങാന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടുള്ള നേട്ടം എന്താണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിലേക്കൊന്നും നമുക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരുദേവ കൃതികൾ നമ്മൾ പഠിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? നല്ലവരാകാൻ വേണ്ടിയാണ് അല്ലെ. നല്ല സ്വഭാവം, ഭൗതികമായ ആ ഉയർച്ചയ്ക്കൊപ്പം തന്നെ ആത്മീയമായ ഉയർച്ചയും കരഗതമാക്കുവാനാണ് നമ്മൾ ഗുരുദേവ കൃതികൾ, ഇതുപോലെയുള്ള ഗുരുക്കന്മാരുടെ വചനങ്ങൾ, കൃതികളൊക്കെ നമ്മൾ സ്വായത്തമാക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ 5 വിഭാഗമായിട്ടാണെന്നറിയാം. അതുമെല്ലാം ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ശ്രീ വാസുദേവാഷ്ടകം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം. നമുക്കത് സമ്മതിച്ച് വേണം നമുക്ക് പോകാം. ഏതാണ്?
സ്തോത്രകൃതികളിൽ പെടും അല്ലെ. സ്തോത്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദേവതയെ സ്തുതിച്ചുകൊണ്ട് പല പല രീതിയിലുള്ള സ്തോത്ര കൃതികളുണ്ട്. ആ ദേവതയുടെ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഗുണവർണ്ണന സ്തോത്രങ്ങളുണ്ട്. രൂപത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള രൂപവർണ്ണന സ്തോത്രങ്ങളുണ്ട്. നമ്മൾ ഒരു കാര്യം അർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അർത്ഥനാ സ്തോത്രങ്ങളുണ്ട്. ദീനാലാപന സ്തോത്രങ്ങളുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള സ്തോത്രകൃതികൾ തന്നെയുണ്ട്. ഇവയെല്ലാം കൂടെ ഒത്തിണങ്ങുന്ന ഒരു സ്തോത്രകൃതിയാണ്. ഇതിനകത്ത് രൂപവർണ്ണനയുണ്ട്, ഗുണവർണ്ണനയുണ്ട്, അർത്ഥനയുണ്ട്. ഇതെല്ലാം വരുന്ന ഒരു സ്തോത്രകൃതിയാണ് ശ്രീ വാസുദേവാഷ്ടകം. അഷ്ടകം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് എത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? 8 ശ്ലോകങ്ങളുണ്ട്. അഷ്ടകം എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഉള്ളത് എന്നാണ്. അപ്പം നിങ്ങൾ അനേകം അഷ്ടകങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വിനായകാഷ്ടകം, ഭദ്രകാളി അഷ്ടകം, ചിദംബര അഷ്ടകം അല്ലെ. അങ്ങനെ നിരവധി അഷ്ടകങ്ങള് 8 ശ്ലോകങ്ങളുള്ള കീർത്തനങ്ങള് നമ്മള് സ്തുതി കീർത്തനങ്ങള് കൃതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ വൃത്തം പെട്ടെന്ന് ഞാൻ പറയാണ്. വൃത്തവും കൂടെ നമുക്കൊന്ന് പറയാം. എന്താണ് ഇതിന്റെ വൃത്തം? എല്ലാ കൃതിയും വൃത്തബദ്ധമായിട്ട് തന്നെയാണ് ഗുരുദേവൻ എഴുതിയത്. ഗുരുദേവൻ ഒരു നല്ല കവിയായിരുന്നു. നല്ല കവി എന്ന് പറഞ്ഞാൽ മഹാനായ കാളിദാസനെ പോലും അതിശയിക്കുന്ന ഒരു കൃതിയായിരുന്നു. പക്ഷെ മലയാള സാഹിത്യത്തിലെങ്കും ഗുരുദേവന് ഒരു കവിയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം അന്നത്തെ ആ ജാതി വ്യവസ്ഥയും ഒക്കെ കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇതിലെ പദപ്രയോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ആ കവിത്വ സിദ്ധി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇതിന്റെ വൃത്തം എന്ന് പറയുന്നത് വസന്ത തിലകമാണ്. എന്താണ്? വസന്ത തിലകം. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ആ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എടുക്കാം. ശ്രീവാസുദേവാഷ്ടകം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, ഇന്ന് വരാത്തവർക്കൊക്കെ വേണ്ടി. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചുരുക്കി പറയാം അല്ലെ. ശ്രീ വാസുദേവാഷ്ടകം എന്ന കൃതി വസന്ത തിലകം എന്ന വൃത്തത്തിലാണ്. അപ്പൊ അതിന്റെ ലക്ഷണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തപജം ജഗംഗം എന്നൊക്കെയാണ് അതിന്റെ വൃത്തം, അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇതേ വൃത്തത്തിലുള്ള മറ്റ് കൃതികളും ഉണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകണം. അതായത് ഒരേ വൃത്തങ്ങൾ തന്നെ പല കൃതികളിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിക്കായിരുന്നു. ചില വൃത്തങ്ങളോട് നല്ല ഇഷ്ടമായിരുന്നു ഗുരുദേവന്. അപ്പൊ വസന്ത തിലകം വേറെ കൃതികളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാല് ഒരു വൃത്തത്തിന്റെ തന്നെ ആലാപന രീതി, ചൊൽവടിവ്, താളം തന്നെയായിരിക്കും അതേ വൃത്തം ഉപയോഗിച്ചിരിക്കുന്ന മറ്റു കൃതി. അപ്പൊ ശ്രീവാസുദേവാഷ്ടകത്തിന്റെ ആദ്യത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിക്കേ. കൗമോദകി ഭയനിവാരണ ചക്രപാണി വത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപതേ ഹരഹരേ സകലാമയമ്മേ. അപ്പൊ ഞാൻ വന്നിവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ തന്നെ ശ്രീവാസുദേവാഷ്ടകം ഇവിടെ ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതേ താളത്തിൽ ചൊല്ലാവുന്ന മറ്റൊരു കൃതി പറയാവോ? ശ്രീവാസുദേവ സരസേരുക പാഞ്ചജന്യ. അതുപോലെ ചൊല്ലാവുന്നേ. അപ്പൊ നമുക്ക് ആ വസന്ത തിലകം എന്നുള്ള വൃത്തത്തിൽ എഴുതിയ മറ്റു കൃതി കിട്ടും. ഏതാണ്? നാദം കടന്ന് നടുവേ വിലസുന്ന നിന്മേ ശ്രീവാസുദേവ സരസേരുക പാഞ്ചജന്യ. ഏതാണത്? ആ കൃതി ഏതാണ്? ഇന്ദ്രിയ വൈരാഗ്യം. കണ്ടോ? ഒരേ താളത്തിൽ ചൊല്ലാവുന്നതാണ് ഒരേ വൃത്തം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2 കൃതി ഇപ്പൊ കിട്ടി. വസന്ത തിലകത്തിലുള്ളത് ഏതൊക്കെയാണ്? ശ്രീ വാസുദേവാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം. വേറൊരെണ്ണം കൂടെ പറയാവോ? ശ്രീ വാസുദേവ സരസീരുക പാഞ്ചജന്യ. ഇതുപോലെ തന്നെ ചൊല്ലാവുന്നത് നാദം കടന്നു നടുവേ വിലസുന്ന നിന്മേ. ഇതുപോലെ തന്നെ ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം. ഏതാണ്? പിണ്ടനന്ദി. കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഏതാ വൃത്തം എന്ന് ശ്രദ്ധിച്ചില്ല അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഏതാണ്? വസന്ത തിലകം എന്ന വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന 3 കൃതികൾ ഏതൊക്കെയാണ്? ശ്രീ വാസുദേവാഷ്ടകം, പിണ്ടനന്ദി, ഇന്ദ്രിയ വൈരാഗ്യം. ഇനി വാസുദേവൻ ആരാണ്? ശ്രീകൃഷ്ണൻ. എന്തുകൊണ്ടാണ് വാസുദേവന്റെ പേര് വന്നത്? വസുദേവരുടെ പുത്രൻ അല്ലെ. വസുദേവരുടെ പുത്രനായ ശ്രീ വാസുദേവനെ സ്തുതിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ശ്രീ വാസുദേവാഷ്ടകം എഴുതിയിരിക്കുന്നത്. ഇനി വസുദേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസുദേവൻ എന്ന വാക്കിന് ബ്രഹ്മം എന്നുകൂടി അർത്ഥമുണ്ട്. എന്തുകൂടെ അർത്ഥമുണ്ട്? ബ്രഹ്മം. അപ്പൊ സാക്ഷാത് പരബ്രഹ്മസ്വരൂപനായ ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ്
ശ്രീകൃഷ്ണൻ എന്ന് വിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ആദ്യം തുടങ്ങുന്നത് തന്നെ. ആ ശംഖ ചക്ര ഗദാധാരിയായ വിഷ്ണു ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടാണ് എന്ത് തുടങ്ങുന്നത്? ശ്രീ വാസുദേവ അഷ്ടകം തുടങ്ങുന്നത്. അപ്പൊ ശ്രീ എന്ന് പറയുന്ന അതോടൊപ്പം വാസുദേവനെ തുടക്കത്തില് എന്ത് പൂർവമായിട്ട് കൊടുത്തിരിക്കുന്നു? ശ്രീ എന്നുള്ളത് കൊടുത്തിരിക്കുന്നു. ഇനി എവിടെയാണ് ശ്രീ ചേർക്കുന്നത്? സാധാരണ എവിടെയാണ് നമ്മൾ ശ്രീ എന്നുള്ളത് ചേർക്കാറുള്ളത്? ആരുടെയെങ്കിലും ബഹുമാന സൂചകമായ പേരിന് മുൻപിലാണ്, അല്ലെ? ബഹുമാന സൂചകമായ പേരിന്. അപ്പൊ ഇതിനൊരു നിയമം അല്ലെങ്കിൽ ഒരു നമ്മുടെ ആചാര്യന്മാര് നമുക്ക് തന്നിട്ടുണ്ട്. എവിടെയാണ് ശ്രീ ചേർക്കേണ്ടത്? ദേവം ഗുരും ഗുരുസ്ഥാനം ക്ഷേത്രം ക്ഷേത്രാധിദേവതാം സിദ്ധം സിദ്ധാധികാരാംശ്ച ശ്രീപൂർവം സമുദീരയേത് എന്നാണ്. എവിടെയൊക്കെയാണ് നമ്മൾ ശ്രീ ചേർക്കുന്നത്? ദേവന്മാരുടെ പേരിന് മുമ്പിൽ ശ്രീ ചേർക്കും. എവിടെയാണ്? ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീശങ്കരൻ, ഇങ്ങനെ ദേവന്മാരുടെ പേരിന് മുമ്പ്. ദേവം ഗുരും ഗുരുക്കന്മാരുടെ പേരിന് മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കും? ശ്രീനാരായണ ഗുരു, ശ്രീ ശങ്കരാചാര്യർ. അപ്പൊ ഗുരുക്കന്മാരുടെ പേരിന് മുമ്പ് ചേർക്കും. ഗുരുസ്ഥാനത്തുള്ളവരുടെ പേരിൽ മുമ്പ് ചേർക്കും. ഇനി ഗുരു അല്ലെങ്കിൽ പോലും ഗുരുവിന്റെ സ്ഥാനത്തുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ആ ശ്രീ എന്നുള്ള പേര് അല്ല എന്താണ് ആ ശബ്ദം അതിനു മുമ്പ് ആ പേരിന് മുമ്പ് ചേർക്കും. ഇനി ക്ഷേത്രങ്ങളുടെ പേരിന് മുമ്പ് ശ്രീ ചേർക്കും. ശ്രീ ഗുരുവായൂർ ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീ ശബരിമല ക്ഷേത്രം. ഇനി ക്ഷേത്രാധിദേവതയ്ക്ക് മുമ്പായിട്ട് അവിടുത്തെ അതിദേവതയായ മുമ്പേ പറഞ്ഞ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, അങ്ങനെ ഉള്ള ശ്രീ ഭദ്രകാളി, അങ്ങനെ ശ്രീ ചേർക്കും. ഇനി സിദ്ധികളുള്ള സിദ്ധികളുള്ളവരുടെ മുമ്പില് നമ്മളെ 2 സിദ്ധിയുള്ള ശ്രീ രവിശങ്കർ. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രീ ചേർക്കുന്നത്. നമുക്കറിയാമല്ലോ. അപ്പൊ ശ്രീ ആരുടെ മുമ്പിൽ ചേർക്കണം നമ്മൾ പറഞ്ഞു? എന്തെങ്കിലും ഒരു എന്താണ് ബഹുമാനിക്കപ്പെടേണ്ട ആളുകളുള്ള സ്ത്രീത്വം നിലനിർത്താം, അല്ലെ? നമ്മള് ശ്രീ ഗോവിന്ദച്ചാമി എന്ന് പറയോ? ഇല്ല, അല്ലെ? അല്ലെ ശ്രീ വീരപ്പൻ എന്ന് പറയോ? ഇല്ല. അപ്പൊ എന്താണ്? സ്ത്രീത്വം ഉള്ളവരിൽ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരിൽ മാത്രമേ എന്തുള്ളൂ? ശ്രീ ചേർക്കത്തുള്ളൂ. അപ്പൊ നമ്മളും അത് മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ആദ്യത്തെ ശബ്ദത്തിൽ നിന്ന് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ സ്ത്രീത്വം നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അല്ലെ നമ്മുടെ സ്ത്രീമാര് മാറി എന്തായി മാറും? വേറെ വല്ലതുമായിട്ട് മാറും, അല്ലെ? അപ്പം ശ്രീ പെട്ടെന്ന് പോകാം. വാസുദേവ എന്ന് പറഞ്ഞ ആദ്യത്തെ സംബോധനയാണ്. പര്യായങ്ങൾ ഉപയോഗിച്ച് ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദ്യത്തെ വിഷ്ണുവിന്റെ അവതാരമാണെന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീ വാസുദേവ എന്താണ് പറയുന്നത്? അല്ലയോ വസുദേവ പുത്രനായ ഭഗവാനെ എന്ന് സംബോധന ചെയ്തിട്ട് പറയുവാണ്. സരസീരുഹ പാഞ്ചജന്യ കൗമോദകി ഭയ നിവാരണ ചക്രപാണി. ഇനി ആ 4 കൈകളില്, ആ 4 തൃക്കൈകളില് എന്തൊക്കെയാണെന്ന് പറയുന്നു. ഒന്നാമത് പറയുന്നു ഭഗവാന്റെ തൃക്കൈകളിൽ ഒരെണ്ണത്തിൽ എന്താണ്? സരസീരുഹം. എന്താണ് സരസീരുഹം? സരസിൽ ഉണ്ടാകുന്നത് എന്താണ്? താമരപ്പൂവ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ചൊല്ലുമ്പോ അർത്ഥം അറിഞ്ഞു വേണം എപ്പോഴും ചൊല്ലാൻ. എങ്കിലേ ഉള്ളൂ നമുക്ക് അതിൽ കൂടുതൽ ലയിക്കാനായിട്ടൊക്കെ പറ്റും. അല്ലെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ചൊല്ലിവിടുന്നു എന്ന് മാത്രം. സരസീരുഹമാണ് ഒന്നാമത്തെ കയ്യിലിരിക്കുന്നത്, താമരപ്പൂവ്. രണ്ടാമത്തെ കയ്യിലുള്ള എന്താണ്? സരസീരുഹ പാഞ്ചജന്യം എന്ന് പറയുന്ന എന്താണ്? ഭഗവാന്റെ ശംഖ്. അമ്മയ്ക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു. പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖാണ്. ഈ പാഞ്ചജന്യം എവിടെ നിന്നാണ് ഭഗവാന് കിട്ടിയത്? പഞ്ചജൻ എന്ന അസുരൻ വസിച്ചിരുന്ന ശംഖാണ് പാഞ്ചജന്യം. കടലിനുള്ളില് എന്നിട്ട് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ഒക്കെ ഗുരുവായിരുന്ന ആരാണ്? സന്ദീപനി മഹർഷിയുടെ പുത്രനെ തട്ടിക്കൊണ്ടുപോകും പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോ. എന്നിട്ട് ഈ ശംഖിനുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കും. അപ്പൊ സാന്ദീപനി മഹർഷി ഇവരോട് പറയുന്നു, എന്റെ മകനെ ഇങ്ങനെ ഈ പഞ്ചജൻ കൊണ്ടുപോയെന്ന് പറയുന്നു. അപ്പോഴത്തേനും ശ്രീകൃഷ്ണൻ ബലരാമനും ചെന്ന് ഈ പഞ്ചജനെ കൊന്നിട്ട് ആ പുത്രനെ മോചിപ്പിച്ച് ഗുരുവിനെ ഗുരുദക്ഷിണയായിട്ട് നൽകുന്നുണ്ട്. എന്നിട്ട് ആ പാഞ്ചജന്യം എന്ത് ചെയ്യുന്നു? ഭഗവാൻ തൃക്കരങ്ങളില് ആയുധമായിട്ട് എടുക്കുന്നു. അതാണ് രണ്ടാമത്തെ ആയുധം. ഏതാണ്? പാഞ്ചജന്യം.
മൂന്നാമത് കയ്യിൽ എന്താണ്? കൗമോദകി. കൗമോദകി ഭഗവാന്റെ എന്താണ്? ഗദയാണ്. ഭഗവാന്റെ ഗദ അല്ലെ? അത് ഭഗവാന് വരുണദേവൻ കൊടുത്താണെന്നാണ് പറയുന്നത്. കടലിന്റെ സമുദ്രത്തിന്റെ അധിപതിയായ വരുണദേവൻ നൽകിയതാണ് കൗമോദകി. ഇനി അടുത്ത ഭയനിവാരണ ചക്രപാണി. അതെന്താണ്? കയ്യിൽ ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ളത് എന്താണ്? സുദർശന ചക്രമുണ്ട് അല്ലെ? അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭയനിവാരണ ചക്രപാണി എന്നാണ്. നമ്മുടെയൊക്കെ ഭയത്തെ ഇല്ലാതാക്കുന്ന, ആരുടെ ഭയത്തെ? ഭക്തന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന സുദർശന ചക്രം കയ്യിലേന്തിയവനെ. അപ്പൊ 4 തൃക്കൈകളിലും എന്തൊക്കെയാണ്? താമരപ്പൂവ്, പിന്നെ എന്താണ്? പാഞ്ചജന്യം എന്ന ശംഖ, കൗമോദകി എന്ന് പറയുന്ന ഗദ, 4മത് സുദർശന ചക്രം. ഈ സുദർശന ചക്രവും വിഷ്ണുവിന്റെ അല്ലായിരുന്നു സ്വന്തമായിട്ട്. അത് ആരിൽ നിന്ന് കിട്ടിയതാണ്? ശിവനിൽ നിന്ന് കിട്ടിയാണ്. ഞാൻ പഠിപ്പിച്ചതിന്റെ ഗുണമുണ്ട്. ആരിൽ നിന്നാണ്? ശിവനിൽ നിന്ന് കിട്ടിയാണ്. അപ്പൊ ശിവന്റെ കയ്യിലായിരുന്നു, ശിവന്റെ ഒരു ആയുധമായിരുന്നു. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാര. സ്ഥിതിയാണ് വിഷ്ണുദേവന്റെ ജോലി, പരിപാലനം, ലോകരെ സംരക്ഷിക്കുക. ഈ അസുരന്മാരൊക്കെ ഓരോ വരമൊക്കെ നേടി ബ്രഹ്മാവും ശിവനുമാണ് ആ വരങ്ങൾ കൊടുക്കുന്ന പാർട്ടികൾ അല്ലെ? എന്നിട്ട് അവസാനം വിഷ്ണു വേണം ഇതിനെല്ലാം രക്ഷിക്കാനും പരിഹാരമൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ വിഷ്ണു എന്നിട്ട് അസുരന്മാർ ഈ വരം മേടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളമാകും. അവർക്ക് എന്താണ്? അവർക്ക് ആരെയും തോൽപ്പിക്കാനില്ല എന്നുള്ള വരങ്ങളൊക്കെയാണ് അവർ മേടിക്കുന്നത്. ആരും കൊല്ലരുത്, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ പിന്നെ ഇവരങ്ങ് കരുത്താർജിക്കുമ്പം വിഷ്ണുവിന് പരിപാലനം ബുദ്ധിമുട്ടാകുന്നു. പരിപാലനത്തിന് ആയുധങ്ങൾ പോരാ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് വിഷ്ണു നോക്കുമ്പോൾ ശിവഭഗവാന്റെ കയ്യിൽ നല്ലൊരു ആയുധം. അപ്പൊ നമുക്കാണേൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം വേറൊരാളുടെ കാണുമ്പോൾ അതൊന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു തോന്നും അല്ലെ? അപ്പൊ വിഷ്ണുവിന് നേരിട്ട് ചോദിക്കുന്നില്ല. വിഷ്ണു ഓർത്തു എങ്കിൽ എന്ത് ചെയ്യാം? പൂജിച്ച് മേടിക്കാം. 1000 പൂക്കൾ കൊണ്ട് സഹസ്രനാമാർച്ചന ചെയ്ത് അത് കൈക്കലാക്കാന്ന് വിചാരിച്ചു. ശിവൻ ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഒരിതാണ് 1000 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്. അങ്ങനെ 1000 പൂക്കളൊക്കെ റെഡിയാക്കി വെച്ച് വിഷ്ണു ഇങ്ങനെ ശിവനെ ഭജിച്ചു. 999 പൂക്കളും ആ പാദങ്ങളിൽ അർപ്പിച്ചു. അപ്പൊ അവിടെ ശിവൻ ഒരു വേല ചെയ്തായിരുന്നു. ശിവൻ ഒരു പൂ ഇതിനകത്തുനിന്ന് എടുത്ത് എന്ത് ചെയ്തു? ഒരു മായ അല്ലെ? വിഷ്ണുവിന്റെ അടുത്ത് പോലും ശിവൻ എന്ത് ചെയ്തു? ഒരു മായ കാട്ടി. ഇപ്പൊ ശിവഭഗവാൻ അവസാനം നോക്കിയപ്പോ 1000മത്തെ പൂവില്ല. പടിക്കൽ കൊണ്ട് കല ഉടയ്ക്കുമല്ലോ ഭഗവാനെ നായിപ്പോയി അല്ലെ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദൈവമേ ഇനി 1000 ആ പൂവില്ല, പ്രഥാവിലായല്ലോ എന്റെ ശ്രമം എന്നൊക്കെ വിചാരിച്ച് ഒട്ടും മടിച്ചില്ല. കണ്ണെന്തെടുത്തു? പറിച്ചിങ്ങെടുത്തു. ഒരു കണ്ണ് പറിച്ച് ആ ശിവന്റെ കാലുകളിൽ അർപ്പിച്ചു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ശിവശതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മഴമുകിൽ വർണ്ണനും അക്ഷി പറിച്ചു നൽകി അല്ലെ എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയ വൈരാഗ്യത്തിലും പറയുന്നുണ്ട്. ഗോവിന്ദനും നയന പങ്കജം ഇട്ടുകൂപ്പി. നയന പങ്കജം. അപ്പൊ നമ്മൾ ഓരോ കൃതിയും പഠിക്കുമ്പോ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ആ 1000മത്തെ പൂ കാണാത്തപ്പോ ആ കണ്ണുകളെ പറിച്ച് അവിടെ കാൽക്ക വെച്ചപ്പോ ശിവൻ വേഗം പ്രത്യക്ഷപ്പെട്ടോ. അയ്യോ എന്തായി കാണിക്കുന്നത് ചോദിച്ചു. എന്താ വേണ്ടെന്ന് ചോദിച്ചോ പറഞ്ഞു. എനിക്ക് ആ കയ്യിലിരിക്കുന്ന എന്ത് വേണം? ആ സുദർശന ചക്രം വേണം. നേരെ അപ്പോഴേ കൊടുത്തു. അതാണ് 4മത്തെ തൃക്കരങ്ങളിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ 4 എന്തൊക്കെയാണ്? പാഞ്ചജന്യം, ആദ്യത്തെ സരസീരുഹം താമരപ്പൂവ്, പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ, കൗമോദകി എന്ന് പറയുന്ന ഗദ. ഭക്തരുടെ ഭയത്തെയൊക്കെ ഭക്തരുടെ ഭയമൊക്കെ ഈ ആസുരീയ ശക്തികളൊക്കെ ഇല്ലാതാകുമ്പോഴാണ് ദേവന്മാരും അതുപോലെയുള്ള ഭക്തരുടെ ഭയം ഇല്ലാതാകുന്നത്. അവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന ചക്രം ശ്രീവത്സവത്സം. അടുത്തത് അവിടെ എന്താണ്? ഭഗവാന്റെ മാറിടത്തിൽ ഒരു മറുകുണ്ട്, ഒരടയാളമുണ്ട്. ശ്രീവത്സം എന്നാണ് മറുകത്തിന്റെ പേര്. ഇവിടെ 2 വത്സം ഉണ്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു വത്സത്തിന്റെ അർത്ഥം വത്സം എന്നല്ല, വത്സം എന്നാണ് സംസ്കൃതത്തിൽ എഴുതിയ കാവ്യാണ് ഇത് കേട്ടോ. അതുകൂടെ ഉണ്ട്. ഇത് സംസ്കൃതമാണ്. അപ്പം വത്സം എന്ന് പറഞ്ഞാൽ മാറിടം. ആദ്യത്തെ വന്നത് ശ്രീവത്സം എന്നാണ്. ശ്രീവത്സം എന്ന് പറഞ്ഞ അടയാളം. അപ്പൊ മാറിടത്തിൽ ശ്രീവത്സം എന്ന ഒരു മറുകുള്ളവനെ, ആ മറുകിന്റെ പേരാണ്, അടയാളത്തിന്റെ പേരാണ്. അതും ഒരു പുരാണ കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുനിമാര് ഒരു യാഗം നടത്തിയപ്പോഴത്തേനും ത്രിമൂർത്തികളിൽ ആരാണ് കേമൻ, ആരാണ് മഹാൻ എന്നുള്ള ഒരു സംശയം വന്നു. ശിവനാണോ ബ്രഹ്മാവാണോ വിഷ്ണുവാണോ എന്നുള്ള തർക്കം വന്നപ്പോ ഭൃഗു മഹർഷിനെ അവര് നിയോഗിക്കും, കണ്ടുപിടിച്ചിട്ട് വാ. അപ്പൊ ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു.
ഒരു ബ്രഹ്മാവിന് കോപം ഉണ്ടാക്കുന്ന, വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ചുരുക്കി ഞാൻ പറയാം, കോപം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു. ഉടനെ ബ്രഹ്മാവ് ഉടനെ എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ട് ഭൃഗു മഹർഷിനെ കൊല്ലാനായിട്ട് ഒരുങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും ശിവന്റെ അടുത്ത് ചെന്നു. ശിവനും ഓടി വന്ന് ഭൃഗു മഹർഷിനെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങിയപ്പോ മാറി നിൽക്കുന്നു പറഞ്ഞ്, അങ്ങനെ ശിവന് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി ശിവനും എന്ത് ചെയ്തു? കോപം വന്ന് ഭൃഗു മഹർഷിനെ കൊല്ലാൻ ഒരുങ്ങി. അതേസമയം വിഷ്ണുവിന്റെ അടുത്ത് വന്നപ്പോഴത്തേനും വിഷ്ണു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നല്ല ഉറക്കമാണ് അല്ലെ. പരിപാലനത്തിന്റെ സമയത്ത് ഉറങ്ങുവാണോ കിടന്നോണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഈ ഭൃഗു മഹർഷി ആ നെഞ്ചിനിട്ട് എന്ത് ചെയ്തു? ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. അതാണ് അവിടുത്തെ അടയാളം. പക്ഷെ വിഷ്ണുദേവൻ എഴുന്നേറ്റ് ചടപെടാന്ന് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അയ്യോ ഞാൻ തെറ്റ് ചെയ്തത് ഞാനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ആ മഹർഷിയുടെ കാൽക്കലേക്ക് വീണിട്ട് ആ അടയാളം അവിടെ തന്നെ ഞാൻ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അപ്പൊ ആ പരീക്ഷണത്തിൽ ആരെ വിജയിച്ചേ? വിഷ്ണുവാണ് വിജയിച്ചത്. മറ്റു രണ്ടുപേരും തോറ്റുപോയി. അപ്പൊ ആ ഭൃഗു മഹർഷിയുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ അത് സ്വയം ഒരു ആയുധമാക്കി അല്ലെങ്കിൽ ഒരു അലങ്കാരമാക്കി മാറ്റിയവനാണ് ആര്? വിഷ്ണു. അപ്പൊ ഇവിടെ എല്ലാം നമുക്കുണ്ട്. നമ്മളും കർത്തവ്യനിരതരാകേണ്ട സമയത്ത് നമ്മൾ സ്വധർമ്മം പാലിക്കാതെ ആലസ്യത്തിൽ കിടന്നാൽ എന്തുണ്ട്? നമുക്കും ഇതുപോലെയുള്ള പാടുകളൊക്കെ നമ്മുടെ ജീവിതത്തില് വരും അല്ലെ. അപ്പൊ പാടുകളൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വധർമ്മമൊക്കെ പാലിച്ച് ഗുരുദേവൻ പറഞ്ഞ പോലെ ആലസ്യം ഒഴിച്ച്, എവിടെയാ പറഞ്ഞിരിക്കുന്നത്? കോലധീരസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആലസ്യം ഒഴിച്ച പരബോധം തരണം അല്ലെ. അപ്പൊ നമ്മുടെ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും വരത്തില്ല. അപ്പൊ അതാണ് ഒരു അടയാളം. ശ്രീവത്സ രണ്ട് വത്സവും പടിയിട്ടിയോ? ശ്രീവത്സം എന്ന മറുക വത്സത്തിലുള്ളവനെ, മാറിടത്തിലുള്ളവനെ, സകലാമയ മൂലനാശിൻ, സകലാമയങ്ങളെ, സകല ആമയങ്ങളെ, ആമയം എന്താണ്? ദുഃഖം, രോഗം എന്നൊക്കെയുണ്ട്. അല്ല നമുക്ക് വരുന്ന പനിയും തലവേദനയൊന്നും അല്ല രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. ദുഃഖം എന്നൊക്കെ പറഞ്ഞത് എന്താണ്? എല്ലാ സംസാര ദുഃഖം, ഈ ലോക ജീവിതത്തിലെ എല്ലാ വിധത്തിലുമുള്ള ദുഃഖങ്ങള്, എല്ലാ വിധത്തിലുമുള്ള സങ്കടങ്ങള്, എല്ലാ വിധത്തിലുമുള്ള രോഗങ്ങള് എല്ലാതാക്കുന്നവനെ, അതാണ് ദൈവം. നമ്മള് ദൈവദശകത്തില് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഭവാബ്ധിയില് ഒരു നാവികനായിട്ട് അല്ലെ, ഈ സംസാര സാഗരത്തില് ഒരു നാവികനായിട്ട് വന്നെന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖ ദുഃഖ സമ്മിശ്രമാണ്. സുഖം മാത്രം മതി, എനിക്ക് സുഖം മാത്രം മതി ഭഗവാനെ, ദുഃഖം എല്ലാം വേണ്ട അപ്പുറത്ത് അവർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, എല്ലാം അനുഭവിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ആ ദുഃഖങ്ങളെയും സുഖങ്ങളെയും ഒക്കെ സമബുദ്ധിയോടെ കാണുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഭക്തൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഭഗവാനെ ഭജിക്കുന്നതോടുകൂടി ഞങ്ങളുടെ സകല ആമയങ്ങളും മൂലനാശി എന്ന് പറഞ്ഞ എന്താണ്? വേരോടെ പിഴുതു മാറ്റുന്നവനെ. എന്താ? ഒരു തുള്ളിമൂലം അവിടെ കിടക്കത്തില്ല. വേരവിടെ കിടന്നാൽ എന്ത് സംഭവിക്കും? പിന്നെ ഉണ്ടാകും, പൊട്ടിക്കിളുക്കും അല്ലെ. ഗുരുദേവന്റെ ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുള്ളല്ലോ, എന്റെ പാപങ്ങളെയെല്ലാം വറുത്ത് കളയണേ, വറുത്ത് കളയുന്ന അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പയർമണിയാണല്ലോ, എന്റെ പകുതി കടന്നാൽ പോലും ചിലപ്പോ എന്ത് ചെയ്യും? വീണ്ടും കിളുക്കും. അതേസമയം വറുത്ത് കളഞ്ഞാലോ പിന്നെ ഒരു തുള്ളി പോലും അവിടെ അവശേഷിക്കത്തില്ല. അപ്പൊ ഭഗവാനെ ഭജിക്കുന്നതോടെ ഇവിടെ കൃഷ്ണനും ശ്രീനാരായണ ഗുരുദേവനും ഇതിലെ പലതും ചേരുന്നുണ്ട്. ബാക്കി ശ്ലോകങ്ങളൊക്കെ വരുമ്പോ ഭഗവാന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മാംശം പ്രകടമാകുന്നതാണ് മിക്കവാറും കൃതികള് ഇതും ശ്രീ വാസുദേവാഷ്ടവും തന്നെ കേട്ടോ. ഇനി 4-ാമത്തെ വരി എല്ലാ ശ്ലോകങ്ങളിലും കോമൺ ആണ്. അതായത് ഒരു പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതിയുടെ ആദ്യമാണ്. പക്ഷെ ഇതിലെ 4-ാമത്തെ വരിയാണ്. ഇതൊരു ബോണസ് ആണ്. എന്താണ്? ആദ്യത്തെ 3 വരി പഠിക്കുമ്പോൾ 4-ാമത്തെ ശ്ലോകം ഫ്രീ അല്ലെ. എല്ലായിടത്തും അങ്ങനെയല്ല, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ ഇവിടെ 4-ാമത്തെ ശ്ലോകം ഫ്രീ ആണ്. അപ്പൊ 4-ാമത്തെ ശ്ലോകം ആദ്യം പഠിച്ചാൽ പിന്നെയുള്ള ശ്ലോകങ്ങളിൽ 3 എണ്ണം പഠിച്ചാൽ മതി. 4-ാമത്തെ ശ്ലോകം എന്താണ്? ശ്രീ ഭൂപതേ ഹര ഹരേ സകലാമയമ്മേ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ വ്യക്തിഗതമായ അർത്ഥനകൾ ചെയ്തിട്ടില്ല അധികം. എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായ ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഗുരുദേവൻ അധികം എഴുതിയിട്ടില്ല. പക്ഷെ ഇതിനകത്തൊരു വ്യക്തിഗതമായ പ്രാർത്ഥനയാണ്. ഗുരുദേവന്റെ അല്ല, ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്ന പോലെ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സകലാമയം മേ എന്നാ പറഞ്ഞിരിക്കുന്നത്. മേ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ ആമയങ്ങൾ, എന്റെ ദുഃഖങ്ങള് എന്ത് ചെയ്യണം? ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? ഹര കുറച്ചാലും ഇല്ലാതാക്കിയാലും. പൂർണ്ണമായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ദുഃഖങ്ങള്
മുഴുവൻ ഇല്ലാതാക്കി ഒന്ന് കുറച്ചു തരണം ഭഗവാനെ, അല്ലെ? ഒന്നെന്താണ്, എനിക്കൊന്ന് എല്ലാ സങ്കടങ്ങളും അല്ലെ ദുഃഖങ്ങളൊക്കെ ഒന്ന് സഹിക്കാൻ പറ്റുന്നത് പോലെ ഒന്ന് ആക്കിത്തരണേ എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് കുറച്ചു തരണേ. അപ്പൊ നമ്മൾ എന്താണ്, കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ച് കണ്ടിട്ട് ജീവിക്കാനുള്ള പ്രാപ്തി എനിക്ക് ആക്കിയാൽ. ഇതൊക്കെ ഭഗവാൻ തന്നെ വരുത്തുന്നതാണ്, ഭഗവാൻ കൽപ്പിക്കുന്നതാണ്. എല്ലാം അറിയുന്ന ഭഗവാൻ, ഇവൻ ഇന്നെടുത്ത് ചൊല്ലേണ്ട ദുരിതങ്ങളൊന്നും, അല്ലെ? എല്ലാം അവിടുന്ന് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ എനിക്കൊന്ന് കുറച്ച് തന്നാ മതി. എന്ത്? എന്റെ ആമയങ്ങൾ, എന്റെ ദുഃഖങ്ങള് എന്ന് ആരോടാ പറയുന്നത്? ശ്രീഭൂപതേ. ശ്രീഭൂപതേ എന്ന് പറഞ്ഞ ആരാണ്? ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ വാക്കുകളുടെ ആ വാക്കിന് കുറെ അർത്ഥമുണ്ട്. ഐശ്വര്യം, ലക്ഷ്മി ദേവി, പാർവതി, ശക്തി എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മളിവിടെ ലക്ഷ്മി എന്നാണ് എടുക്കുന്നത്. ലക്ഷ്മിയുടെ പതിയായിട്ടുള്ളവനെ, വിഷ്ണുവിനോടാണല്ലോ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഭൂ എന്നും പറയുന്നുണ്ട്, ഭൂപതി. ശ്രീയുടെ പതിയാണ്, ഭൂവിന്റെ പതിയാണ്. ഭൂ എന്ന് പറഞ്ഞാലാണ് ഭൂമി ദേവിയുടെ, ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും പതിയായിട്ടുള്ള. എങ്ങനെയാണ് മഹാവിഷ്ണു ഭൂമി ദേവിയുടെ പതിയാകുന്നത്? ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവനാണ് ഭർത്താവ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഭർത്താവാണ് മഹാവിഷ്ണു. അതുപോലെ തന്നെ ഭൂമിയെ വേറെ രക്ഷിച്ച ആളാണ്. എതോടെയാണ്? പണ്ട് കട്ടോണ്ട് ആരാ കട്ടോണ്ട് പോയത്? ഹിരണ്യാക്ഷൻ, അല്ലെ? ഭൂമി ദേവിയെ കട്ടോണ്ട് പാതാളത്തിൽ ഒളിപ്പിച്ചപ്പോ അവിടെ നിന്ന് ഏത് രൂപത്തിലാണ്? ഒരു തേറ്റയിലാണല്ലോ കൊണ്ടുവന്ന് വരാഹാവതാരം എടുത്ത് മഹാവിഷ്ണു ഭൂമിയെ രക്ഷിച്ചു. അങ്ങനെയും ഭൂമിയുടെ പതിയായി മാറി, ഭൂമിയുടെ ഭർത്താവായി. അപ്പൊ ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും ഭർത്താവായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എന്റെ സകല ദുഃഖങ്ങളെയും, എന്റെ സകല രോഗങ്ങളെയും, എന്റെ സകല സങ്കടങ്ങളെയും വേദനകളെയും ഒക്കെ എന്ത് ചെയ്യുക? കുറച്ചാലും എന്നാണ് 4ാമത്തെ വരിയുടെ അർത്ഥം. കണ്ടോ? ഒരു ശ്ലോകം തന്നെ ഞാൻ ഒത്തിരി വേഗം പറഞ്ഞിട്ട് ഇത്ര സമയം എടുത്ത്. അതുകൊണ്ട് നമുക്ക് വേഗം പോകാം. എന്താണ് ആദ്യത്തെ ശ്ലോകത്തിൽ? എന്താണ്? 4 തൃക്കൈകളില് താമരപ്പൂവ്, പാഞ്ചജന്യം എന്ന് പറയുന്നത് ശംഖ, കൗമോദകി എന്ന് പറയുന്ന ഗദ, ഭയനിവാരണ ചക്രപാണ് സുദർശന ചക്രം, ആ മാറിടത്തില് ശ്രീവത്സം എന്ന മറുക്. അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ എല്ലാ ആമയങ്ങളെയും ദുഃഖങ്ങളെയും വേരോടെ പിഴുതുമാറ്റണേ. അല്ലയോ ശ്രീയുടെയും ലക്ഷ്മി ദേവിയുടെയും ഭൂമിയുടെയും പതിയായിട്ടുള്ളവനെ, എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ ദുഃഖങ്ങളും കുറച്ചു തന്നാലും. 3 രീതിയിലുള്ള ദുഃഖങ്ങൾ, ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായിട്ടുള്ള എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും കുറച്ച് തന്നാലും. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം, അല്ല തീരത്തില്ല കേട്ടോ. അടുത്ത ശ്ലോകം ചൊല്ലിക്കേ. ഗോവിന്ദ ഗോപസുത കമനീയ നിജാംഗ സംഗ ഗോദേവി വല്ലഭ മഹേശ്വര മുഖ്യ വന്ദ്യ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയമ്മേ. ആദ്യത്തെ സംബോധനയാണ്. ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിൽ എന്തായിരുന്നു? സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ് എന്ന് പറയുന്നത്. സാക്ഷാത് പരബ്രഹ്മം ആണെന്ന് പറഞ്ഞുറപ്പിക്കുമായിരുന്നു. ഇനി അടുത്തതിലേക്ക് പോവാണ്. ഇനി എല്ലാം ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള വർണ്ണനകളാണ് കൂടുതലും. അല്ലയോ ഗോവിന്ദ. ഗോവിന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോക്കളെ പാലിച്ചവനെ, ഗോക്കളെ രക്ഷിച്ചവനെ, അമ്പാടിയെ രക്ഷിച്ചവനെ, ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കി നിർത്തി എന്ത് ചെയ്തവനെ? അമ്പാടിയെ രക്ഷിച്ചവനെ. സിനിമാ പാട്ടുണ്ടല്ലോ, ഇതാണ് ഗോവർദ്ധനഗിരി, അല്ലെ? കയ്യിൽ ഉയർത്തിയ ഗോകുലബാലൻ വരുമോ തൊഴി എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ എന്താണ്? ആ ഗോവർദ്ധനഗിരിയെ എപ്പോഴാണ് അങ്ങനെ കുടയാക്കി നിർത്തിയത്? മഴ പെയ്ത് ഇന്ദ്രൻ, കൃഷ്ണൻ അമ്പാടിയിലേക്ക് വരുന്നതിന് മുമ്പ് മഴയ്ക്ക് വേണ്ടി അമ്പാടി നിവാസികൾ ഇന്ദ്രനെ ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കൃഷ്ണൻ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങളെ ഇവിടെ മഴ പെയ്യുന്നതിന്റെ കാര്യം ഈ പർവ്വതമാണ്. ഗോവർദ്ധന ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്ന. ആ ഗോവർദ്ധനത്തെ പൂജിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഗോവർദ്ധനത്തെ ജനങ്ങൾ പൂജിച്ചപ്പോ ഈ ഇന്ദ്രൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇന്ദ്രന്റെ പെരുമഴയായിട്ട് പ്രളയമായിട്ട് അമ്പാടി നിവാസികളെ മുക്കിക്കൊല്ലാൻ ഒരുങ്ങി. അപ്പോഴാണ് ശ്രീകൃഷ്ണനെ ഗോവർദ്ധന പർവ്വതം എടുത്ത് ഒരു കൊടയാക്കി ചൂടിയത്. അപ്പൊ ആ ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കിക്കൊണ്ട്
അമ്പാടി നിവാസികളെ രക്ഷിച്ചവനെ എന്നാണ് ഗോവിന്ദ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഗോപസുത എന്ന് പറഞ്ഞാലോ ഗോപന്റെ പുത്ര. ഏത് ഗോപൻ? നന്ദഗോപരുടെ പുത്ര, അത്രേ ഉള്ളൂ. ഗോഗണ പാലലോല, എന്താണ്? ഗോഗണങ്ങളെ, പശുക്കളെ പരിപാലിക്കുന്നവനെ. ഗോപീ ജനാംഗ കമനീയ നിജാംഗ സംഘ, അതാണ് നമുക്ക് ഇത്തിരി പാടുള്ളത് അതിനകത്ത്. ഏതാണ്? ഗോപീ ജനാംഗ കമനീയ നിജാംഗ സംഘ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോപി ജനങ്ങളെ, ഗോപികമാരുടെ ശരീരത്തെ തന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് അവരെ കൂടി ആത്മാനന്ദം അനുഭവിപ്പിച്ചവനെ. നമ്മളിങ്ങനെ പറയും 16,008 ഭാര്യമാരുണ്ടായിരുന്നു കൃഷ്ണൻ എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ അതൊന്നും അല്ല അതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. എന്താണ്? ഈ ഗോപികമാർക്ക് കൂടി ആ ഭക്തിയുടെ പാരമ്യത്തിൽ ലഭിക്കുന്ന ആത്മജ്ഞാനം നമുക്കൊന്നും ലഭിക്കുന്നതല്ല. ആർക്ക്? ശ്രീനാരായണ ഗുരുദേവനെ പോലെയൊക്കെയുള്ള മഹാജ്ഞാനികൾ, കൊടും തപസ് അനുഷ്ഠിക്കുന്ന ആ ജ്ഞാനികൾക്ക് ലഭിക്കുന്ന ആ പരമാനന്ദത്തിന്റെ പേരാണ് എന്ത്? ആത്മജ്ഞാനം. ഗുരുദേവൻ അതിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആനന്ദക്കടൽ പൊങ്ങിത്താനെ പരന്ന്, സ്വാനുഭവ ഗീതയിൽ പറയുന്നുണ്ട്, പായുന്ന ഇത് ആനന്ദക്കടൽ പൊങ്ങി. അതുപോലെ ഒരു അനുഭവം അനുഭവിയാതെ അറിവില്ല എന്ന് ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആത്മാനന്ദം അനുഭവിക്കാനായിട്ട് ആർക്ക് സാധിച്ചു? സാധാരണക്കാരായ ഗോപികമാർക്ക് സാധിച്ചു. എന്തുകൊണ്ടാണ് അവർക്കത് സാധിച്ചത്? കൃഷ്ണനോടുള്ള അഗാധമായ ഭക്തി. കുഞ്ഞുങ്ങളെ പോലും മറന്ന്, ഭർത്താവിനെ പോലും മറന്ന് ആ കൃഷ്ണനെ പൂജിച്ച, ആരാധിച്ച, സ്നേഹിച്ച ആ ഗോപികമാർക്ക് ഭഗവാൻ ആത്മജ്ഞാനത്തെ നൽകി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോപി ജനാംഗ കമനീയ നിജാംഗ സംഘ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോപികമാരുടെ ശരീരത്തെ സ്വന്തം ശരീരത്തോട് ചേർത്ത് വെച്ച് അവരെ കൂടി ആത്മാനന്ദം അനുഭവിക്കുന്നവര് ആക്കിയവനെ, അവർക്കും ആത്മജ്ഞാനം പകർന്നു നൽകിയവനെ. ഓരോ ഗോപികമാർക്കും തോന്നും ഭക്തിയുടെ പാരമ്യത്തിൽ ഭഗവാൻ എൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെയാണെന്ന്. എല്ലാവർക്കും 16,008 പേർക്കും തോന്നുവാണ് എൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെയാണെന്ന്. ആ ഭക്തിയുടെ പാരമ്യത്തിൽ അവർക്കുണ്ടാകുന്ന ആ ആത്മജ്ഞാനം, ഭക്തനും ഭഗവാനും ഒന്നാകുക എന്ന് പറയുന്നത് തത്വമസി എന്നൊക്കെ നമ്മൾ പറയും. ശബരിമല അവിടെ എഴുതി വെച്ചിരിക്കുന്ന അല്ലെ, നട കയറി അങ്ങ് ചെല്ലുമ്പോൾ 18-ാം പടി കയറി ചെല്ലും. എന്താണ്? ഭക്തനും ഭഗവാനും ഒന്നാണ്. അതാണ് ആത്മജ്ഞാനം. ആ ആത്മജ്ഞാന അനുഭവത്തിലേക്ക് ആര് മാറി? ഗോപികമാര് ആ ആത്മസാക്ഷാത്കാരത്തിലൂടെ തപസ്സികൾ നേടുന്ന അത് ആ അനുഭവം നേടി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഗോപി ജനാംഗ, ആ ഭഗവാന്റെ ആ കാരുണ്യമാണ് അവിടെ കാണിക്കുന്നത്. തന്നെ സ്നേഹിച്ച, തന്നോടുള്ള ഭക്തി പ്രകടമാക്കിയവർക്ക് എന്ത് ചെയ്തു? ആ ദിവ്യമായ തപസ്സിലൂടെ നേടുന്ന ആത്മസാക്ഷാത്കാരത്തെ ഭഗവാൻ നൽകി എന്നുള്ളതാണ്. അതാണ് ഗോപി ജനാംഗ കമനീയ നിജാംഗ സംഘ. ഇനി അടുത്തത് എന്താണ്? ഗോദേവി വല്ലഭ. അത് ഇത് തന്നെയാണ്. ഭൂമിദേവിയാണ് ഗോദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭൂമിദേവിയുടെ പതിയായിട്ടുള്ളവനെ. അടുത്ത എന്താണ്? മഹേശ്വര മുഖ്യമന്ത്യ. മഹേശ്വര മുഖ്യമന്ത്യ എന്ന് പറഞ്ഞ എന്താണ്? മഹേശ്വരൻ ആരാണ്? ശിവൻ. ശിവൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ദേവതകളെല്ലാം വന്ദിക്കുന്നവനെ. മഹാവിഷ്ണുവിന്റെ മുമ്പില് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ബാക്കിയുള്ള ദേവതകളെല്ലാം വന്ന് വന്ദിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ ഭഗവാൻ വേറെ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ? ഇപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, മഴമുകിൽ വർണ്ണനും അക്ഷി പറിച്ചു നൽകി. അവിടെ ശിവനെ വിഷ്ണു വന്ദിച്ചെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ എന്താ പറയുന്നത്? വിഷ്ണുവിനെ ശിവൻ വന്ദിച്ചു എന്ന് പറയുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഇതുപോലെ തന്നെ? വിനായകാഷ്ടകത്തിൽ പറഞ്ഞിട്ടില്ലേ, നമദേവവൃന്ദം. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ദേവന്മാരും വന്ന് വിനായകനെ ഭജിക്കുകയാണ്, വിനായകന്റെ മുമ്പിൽ വന്ദിക്കുകയാണെന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? എല്ലാ ദേവന്മാരും വന്ന് വിനായകനെ വന്ദിക്കുന്നു, വിഷ്ണു ചെന്ന് ശിവനെ വന്ദിക്കുന്നു, ശിവൻ വന്ന് വിഷ്ണുവിനെ വന്ദിക്കുന്നു. ഇതെന്താ ഇങ്ങനെ പറയുന്ന, മാറ്റി മാറ്റി പറയുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ശ്രീനാരായണ ഭഗവാൻ ഏത് ദേവതയെ വർണ്ണിച്ചാലും, അത് ശിവനാകട്ടെ, വിനായകനാകട്ടെ, ദേവിയാകട്ടെ, വിഷ്ണു ആകട്ടെ, ഏത് ദേവതയെ വർണ്ണിച്ചാലും എന്താണ്? ആ ദേവതയെ എന്താണ്? ആ പരമമായ സത്യം, ആ പരബ്രഹ്മ സ്വരൂപമായിട്ട്, ഏകവും അഖണ്ഡവും അദ്വയവുമായ
ആ പരം പൊരുളായിട്ടാണ് വർണ്ണിക്കുന്നത്. ആ വിനായകൻ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ദേവന്മാരും വന്ന് വർണ്ണിക്കുന്നത്. ഇവിടെ മഹാവിഷ്ണു സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ മഹേശ്വരൻ വന്ന് വർണ്ണിക്കുന്നു. അവിടെ മഹേശ്വരൻ മുമ്പേ പറഞ്ഞ മഴമുകിൽ വർണ്ണനും അക്ഷി പറിച്ചു നൽകി ശിവൻ എന്ന് പറയുമ്പോൾ ശിവൻ അവിടെ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമായതുകൊണ്ട് വിഷ്ണു ചെന്ന് വർണ്ണിക്കുന്നു. അപ്പൊ ഏത് ദേവതയെയും ഭഗവാൻ എങ്ങനെയാണ് കാണുന്നത്, സാക്ഷാത് പരബ്രഹ്മ സ്വരൂപം. അതുകൊണ്ടാണ് വിശദീകരിക്കാൻ സമയമില്ല. ഓരോന്നിലും വിനായകനിൽ ശിവനെ കൊണ്ട് വെക്കുന്നത്. വിനായകന്റെ തലയില് ചന്ദ്രക്കല ഇരിക്കുന്നു, ഗംഗാനദി ഒഴുകുന്നു എന്ന് പറയുന്നു. സുബ്രഹ്മണ്യനെ വർണ്ണിക്കുമ്പോഴും അവിടെ പറയുന്നുണ്ടല്ലോ, എന്താണ്, അന്തി പൂന്തിങ്കളുന്തി തിരുമുടി തിരികെ ചൂടി ആടും പണത്തിൻ. അവിടെ പണമൊക്കെ കൊണ്ടിരിക്കുക സുബ്രഹ്മണ്യനെ വർണ്ണിക്കുക. ശിവന്റെ അടയാളം സുബ്രഹ്മണ്യനും കൊണ്ട കൊടുക്കുക. ദേവി വർണ്ണിക്കുമ്പോഴും ഉണ്ടാവും ഇത് തന്നെ. ആരെ വർണ്ണിച്ചാലും ഭഗവാൻ എന്താണ് കാണുന്നത്, ആ പരബ്രഹ്മ സ്വരൂപമാണ് കാണുന്നതെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ എന്താണ് അടുത്ത അവസാന വരി നമുക്കറിയാം, ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും പതിയായിട്ടുള്ളവനെ എൻ്റെ എല്ലാ ആമയങ്ങളും കുറച്ചാലും ഇല്ലാതാക്കിയാലും. അപ്പൊ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ആ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നുകൂടെ പൊതുവായിട്ട് പറയാം. എന്താണ്, ഗോവർദ്ധന പർവ്വതം ഉയർത്തി പെരുമഴയിൽ നിന്നും അമ്പാടി നിവാസികളെ രക്ഷിച്ചവനെ, അല്ലയോ നന്ദഗോപന്റെ പുത്ര, ഗോഗണങ്ങളെ പരിപാലിക്കുന്നവനെ, ഗോപീജനാംഗ കമനീയ നിജാംഗ സംഘ ഗോപികമാർക്ക് പോലും എന്ത് ചെയ്യുന്നത്, ആത്മസാക്ഷാത്കാരത്തെ അനുഭവിപ്പിച്ചവനെ, ഭൂമിദേവിയുടെ പതിയായിട്ടുള്ളവനെ, മഹേശ്വരൻ തുടങ്ങിയ ദേവന്മാരെല്ലാവരും വന്ന് വന്ദിക്കുന്നവനെ, ഭൂമിദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും പതിയായിട്ടുള്ളവനെ, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തന്നാലും. മൂന്നാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിക്കേ. പൂഷിത ബർഹി ബർഹ കാളാംബുദ്യുതി കളായ കളേബരാഭ ശ്രീഭൂപദേ ഹരഹരേ സകലാമയം. അപ്പൊ ഇനിയുള്ള ശ്ലോകങ്ങളിലൊക്കെ ഭഗവാന്റെ രൂപം വർണ്ണിച്ച് ഭഗവാന്റെ ഗുണം വർണ്ണിച്ച് ഒക്കെ നമുക്ക് ഭഗവാനോടുള്ള അർത്ഥനകൾ പറഞ്ഞ് ആവശ്യമൊക്കെ പറഞ്ഞ് പോവുകയാണ്. അടുത്തതാണ് സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത്. സൗന്ദര്യം മാത്രമല്ല, സൗന്ദര്യം, വീര്യം, ഭക്തരോടുള്ള വാത്സല്യം, ഇത് മൂന്നുമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ആദ്യത്തെ പറയണ നീലാളികേശ. എന്താണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്, ഭഗവാന്റെ പീലി തിരുമുടി. നല്ല നീലം എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നർത്ഥമുണ്ട്. അളി എന്താണ്, അളി വണ്ട്, വണ്ട് വണ്ട് അളി എന്താണ്, വണ്ട്. അപ്പൊ കരിവണ്ട്, കരിവണ്ടിന്റെ നിറം മാറുന്ന മുടിയോട് കൂടിയവനെ. നല്ല മുടി എങ്ങനെ ഇരിക്കണം, ഇങ്ങനെ കറുത്തിരിക്കണോ വെളുത്തിരിക്കണോ, ഭംഗി എങ്ങനെയാണ്, കറുത്ത് തന്നെ ഇരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ നല്ല കരിവണ്ടിന്റെ നിറമുള്ള കറുത്ത നല്ല മനോഹരമായ മുടിയോട് കൂടിയവനെ, പരിഭൂഷിത ബർഹി ബർഹ. ഇതാണ് രഞ്ജിത് സാർ നിങ്ങളോട് ചോദിച്ച ബർഹി ബർഹയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നു അല്ലെ. എന്താണ് ഈ ബർഹി ബർഹ? ബർഹി എന്താണ്, മയിലാണ് ബർഹി. ബർഹി എന്താണ്, മയിൽ. ബർഹി ബർഹ അന്നേരം എന്തായിരിക്കും, ബർഹം എന്താണ്, പീലി. ബർഹി ബർഹ എന്ന് പറഞ്ഞാൽ എന്താണ്, മയിൽ പീലി. ഇനി ഒരിക്കലും മറക്കരുത് കേട്ടോ, ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയണം. ബർഹി ബർഹ എന്താണ്, മയിലിന്റെ പീലി, മയിൽ പീലി. പരിഭൂഷിത, ആ മയിൽ പീലി കൊണ്ട് പരിഭൂഷിത അലങ്കരിച്ചവനെ. ആ മുമ്പേ പറഞ്ഞ കറുത്തിരുണ്ട തലമുടി എന്തുകൊണ്ട്, മയിൽപീലി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നവനെ. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ആ മയിൽപീലി വെച്ച ആ കൃഷ്ണനെയാണ് നമുക്ക് എപ്പോഴും. നമ്മളെ കൊച്ചുകുട്ടികളെ കൃഷ്ണനായിട്ട് വേഷം കെട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കും, ആ പീലി അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇഷ്ടംപോലെ സിനിമാ പാട്ടുകളും ഒക്കെ ഉണ്ട്. പീലി തിരുമുടിയും നീലത്തിരൂടലും എന്നൊക്കെ പറഞ്ഞല്ലേ. ആ പീലി തിരുമുടി വർണ്ണിച്ചുകൊണ്ടുള്ള ഇഷ്ടം പോലെ പാട്ടുകളും ഒക്കെ നമുക്ക് ഉള്ളതാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ വരി എന്താണ്, അല്ലയോ കറുത്തിരുണ്ട തലമുടിയോട് കൂടിയവനെ. ആ തലമുടിയിൽ ബർഹി ബർഹം എന്താണ്, മയിൽപീലിയെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നവനെ. കാളാംബുദ്യുതി, അവിടെ അതൊരു കോമയുണ്ട്, കാളാംബുദ്യുതി. അടുത്തത് കളായ കളയബരാപ്പ. അങ്ങനെയാണ് അത് പിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ്, കാളാംബുദ്യുതി
കളായ കളയബരാഭ. ഒന്ന് നിർത്താം കാളാമ്പുത ദ്യുതി കഴിയുമ്പോ. കാളാമ്പുതം എന്താണ്? അമ്പുതം എന്ന് പറഞ്ഞാല് മേഘമാണ്. അപ്പൊ കാളാമ്പുതോ കാർമേഘം, നല്ല കറുത്തിരുണ്ട മേഘം. കൃഷ്ണന്റെ നിറം എന്താണ്? കാർമേഘാണ്. കാർമേഘ വർണ്ണന്റെ മാറിൽ അല്ലെ, നമ്മള് സിനിമയിലൊക്കെ ഇഷ്ടം പോലെ കൃഷ്ണനെ കുറിച്ചല്ലേ ഇഷ്ടം പോലെ സിനിമാ പാട്ടുകളുണ്ട് അല്ലെ. അപ്പൊ ആ കാർമേഘത്തിന്റെ ദ്യുതിയോട് കൂടിയവനെ, ദ്യുതി ശോഭ, കാർമേഘ വർണ്ണ എന്നാണ് അവിടെ. എന്റെ കാർമേഘ വർണ്ണ, കാർമേഘത്തിന്റെ ശോഭയോട് കൂടിയവനെ എന്നാണ് അല്ലെ. അടുത്ത കളായ കളയബരാഭ. കളായം എന്ന് പറഞ്ഞ കായാമ്പൂവാണ്. കായാമ്പൂ എന്ന് പറയുന്ന മനോഹരമായ നല്ല നീല നിറത്തിലുണ്ടാകുന്ന നല്ല ശോഭയുള്ള ഒത്തിരി ഉണ്ട് സിനിമാ പാട്ട് കായാമ്പൂ കൂട്ടി തന്നെ. കായാമ്പൂ കണ്ണിൽ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അതുപോലെ ഇങ്ങനെ നല്ല മനോഹരമായ ഒരു പൂവാണ്. പിന്നെ നീല നിറവും കൂടിയാണ് അതിന്. അപ്പൊ കൃഷ്ണന്റെ നിറം നമ്മൾ എന്താ പറയുന്നത്? ഒരു നീല നിറം എന്നാണ് പറയുന്നത്. അപ്പൊ ആ കളായ കളയബരാഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അർത്ഥം തന്നെയാണ്. കാർമേഘ വർണ്ണൻ എന്ന് പറയുന്ന ഒരു അർത്ഥം തന്നെയാണ്. കളായം എന്താന്ന് പറഞ്ഞു? കായാമ്പൂ. കായാമ്പുവിന്റെ വർണ്ണത്തോടു കൂടിയ കളയബരത്തോടു കൂടിയവനെ. കളയബരം എന്ന് പറഞ്ഞാൽ ശരീരം. കായാമ്പുവിന്റെ ആഭയോട് കൂടി. ആഭ എന്താണ്? ശോഭ. കായാമ്പുവിന്റെ ഭംഗിയോട് കൂടിയ ശരീരത്തോടു കൂടിയവനെ. ആ രണ്ട് വാക്കും ഏകദേശം ഒരേ അർത്ഥമാണ്. ആദ്യത്തത് കാർമേഘ വർണ്ണ, രണ്ടാമത്തത് കായാമ്പൂ വർണ്ണ. കായാമ്പൂ വർണ്ണ എന്ന് വേണേ പറയാം. കായാമ്പുവിന്റെ ശോഭയോട് കൂടിയ ശരീരത്തോടു കൂടി. മൂന്നാമത്തെ എന്താണ്? വീരം, വീരത്വം അല്ലെ. സാധുജന പരിപാലനത്തിന് ഭഗവാൻ എപ്പോഴും ധീരമായ വീരമായ പ്രപഞ്ച പരിപാലനത്തിനായിട്ട് എന്ത് ചെയ്തിരിക്കുവാണ്? എപ്പോഴും ഏർപ്പെട്ടിരിക്കുകയാണ്. ആ പരിപാലനമാണല്ലോ. ആ പരിപാലന സമയത്ത് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അനേകം അസുരന്മാരെ നിഗ്രഹിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ പ്രായം മുതല് ഭഗവാൻ എന്ത് ചെയ്യേണ്ട വന്നിട്ടുണ്ട്? മുലകുടി പ്രായത്തിൽ പോലും അല്ലെ, പൂതനാം മോക്ഷം ആ സമയത്ത് പോലും എന്താണ് ഭഗവാനെ വധിക്കാനായിട്ടൊക്കെ ഇങ്ങനെ പലരും വന്ന് അവിടെയൊക്കെ തൊട്ട് അശത്രു സംഹാരം അല്ലെങ്കിൽ അസുര നിഗ്രഹങ്ങള്, പൂതനാമോക്ഷവും ശകടാസുര, പിന്നീട് ഒരു വണ്ടിയായിട്ട് വന്ന് ശകുടാസുരവരം, പിന്നെ അമ്പാടി നിവാസികളെ ഗോവർദ്ധനഗിരി പൊക്കി സംരക്ഷിക്കുന്നു. മഹാഭാരത യുദ്ധം നടന്നപ്പോ പാണ്ഡവരുടെ പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ധർമ്മം എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് അവരെ സംരക്ഷിച്ചു. അങ്ങനെ ഭക്തരുടെ ലോകരുടെ ഹിതത്തിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന വീരകൃത്യങ്ങൾ ചെയ്യുന്നവനെ അല്ലയോ വീര. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. ഭഗവാൻ എന്ന് പറയുന്ന ആ പേര് തന്നെ, അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഭഗങ്ങളോട് കൂടിയവനാണ്. ആറ് ഭഗങ്ങളുള്ളവനെയാണ് നമ്മള് ഭഗവാൻ. നമ്മൾ ശ്രീനാരായണ ഭഗവാൻ എന്ന് പറയുമ്പോഴും ശ്രീനാരായണ ഗുരുദേവനും ഈ 6 ലക്ഷണങ്ങളുണ്ട്. ഏതൊക്കെയാണവ? ഐശ്വര്യം, വീര്യം, യശസ്, ജ്ഞാനം, വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞുള്ള 6 എണ്ണമാണ്. അതിലൊരെണ്ണാണ് എന്ത്? വീരത്വം, വീരം. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ വിഷ്ണുവിന് എന്തുണ്ട്? വീരത്വമുണ്ട്. അല്ലയോ വീര. പിന്നെ പറയാണ് സ്വഭക്തജനവത്സല. സ്വഭക്തജനവത്സല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തന്മാരില്, സ്വന്തം ഭക്തന്മാരില് വാത്സല്യമുള്ളവനെ. ഇവിടെ ഒക്കെ ഞാൻ പറഞ്ഞു കൃഷ്ണന്റെ അതേ ഇതും കൂടെ തന്നെ ആർക്കും ചേരും? ശ്രീനാരായണ ഗുരുദേവനും ചേരും. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള 108 നാമാവലികളുള്ള എന്താണ്? അഷ്ടോത്തര ശതനാമാവലി അല്ലെ. പുഷ്പാഞ്ജലി മന്ത്രം ആരെഴുതിയതാണ്? ചൈതന്യ സ്വാമികൾ എഴുതിയാണ്. അതിനകത്തൊക്കെ ഉള്ള മന്ത്രങ്ങൾ ഇതേ അർത്ഥം തന്നെയാണ്. 17ാമത്തെ മന്ത്രമാണ് ഓം കാരുണ്യ സമ്പൂർണായ നമ. എന്താണ്? കാരുണ്യം, മറ്റുള്ളവരോട് കാരുണ്യം, സമ്പൂർണമായ കാരുണ്യത്തോട് കൂടിയവനെ. 104ാമത്തെ മന്ത്രമാണ് ഓം ഭക്തവത്സലായ നമ. ഭക്തന്മാരോട് വാത്സല്യമുള്ളവനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെയും കണ്ടോ കൃഷ്ണനെയും പറയുവാണ് സ്വഭക്തജനവത്സല. ഭക്തജനങ്ങളിൽ വാത്സല്യം. നമുക്കറിയാം എത്രമാത്രം അവസരങ്ങളിലാണ് കൃഷ്ണൻ ആ വാത്സല്യം പ്രകടമാക്കിയിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് സ്മരിച്ചാൽ മതി ഓടി വരും അന്നേരം അല്ലെ. പാഞ്ചാലിയുടെ ഒക്കെ കഥ നമുക്കറിയരുതോ? പാഞ്ചാലി എപ്പോഴാ വിളിച്ചില്ല അവൾ ആദ്യം വസ്ത്രാക്ഷേപ സമയത്ത് അല്ലെ. ആദ്യം അവൾ അഹങ്കരിച്ചു. എന്താണ്?
എന്റെ ഭർത്താക്കന്മാര് അല്ലെ, 10,000 മതഗജങ്ങളുടെ കരുത്തുള്ള ഭീമൻ, പിന്നെ എന്താണ് അർജുനൻ, വില്ലാളി വീരനായ അർജുനനൊക്കെ ഉള്ളപ്പോഴത്തേനും എനിക്കൊന്നും സംഭവിക്കത്തില്ല. അവരൊക്കെ വെറുതെ ഇരുന്നപ്പോ അവസാനം ആരെ വിളിക്കേണ്ട വന്നു? കൃഷ്ണനെ വിളിക്കേണ്ട വന്നു. അപ്പൊ ഓടി വന്നു അല്ലെ, ആ ഭക്തജനങ്ങളുടെ ആരാണോ ഭക്തിയോടെ ഭജിക്കുന്നത് അത് എവിടെയാണെങ്കിലും ആ സ്മരിച്ചാ മതി ഓടി വരുന്നു. പാഞ്ചാലിക്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അതാണ് ദുർവാസാവ് മഹർഷി വരുന്ന സന്ദർഭത്തില് അല്ലെ, ദുർവാസാവ് മഹർഷിയെ ഈ ദുര്യോധനൊക്കെ കൗരവാദികളൊക്കെ പറഞ്ഞു വിടും ഒരു ദിവസം. ഇവർക്ക് എന്താണ് അക്ഷയപാത്രം ലഭിച്ചു. അപ്പൊ ആ പാണ്ഡവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അതിനകത്തുനിന്ന് എത്ര അളവ് വേണേലും കിട്ടും. അതാണ് അക്ഷയപാത്രം. കിട്ടിയാൽ കൊള്ളായിരുന്നു അല്ലെ. എന്താണ് അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട, ഇപ്പൊ ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ബിരിയാണി, പായസം വേണമെന്ന് പറഞ്ഞാൽ പായസം. അതാണ് അളവില്ല, എത്ര 1000 പേർക്കോ 100 പേർക്കോ 10,000 പേർക്കോ കിട്ടുന്ന ഒരു പാത്രം. ഇവര് കാട്ടിലൊക്കെ ആയപ്പോ സൂര്യദേവൻ അവർക്ക് കൊടുത്ത, അവർക്ക് പാചകം ചെയ്യാനും വെക്കാനും വേലക്കാരും പരിപാടികളും ഒന്നും ഇല്ലല്ലോ, കാട്ടിക്കടയൊക്കെ നടക്കുമല്ലേ, രാജകുമാരന്മാരൊക്കെ അല്ലായിരുന്നോ. അങ്ങനെ പക്ഷെ ഒരു നിബന്ധന വെച്ചായിരുന്നു സൂര്യദേവൻ. എന്താണ്? പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പിന്നെ ഒന്നും അന്നത്തെ ദിവസം കിട്ടത്തില്ല, അന്നത്തെ ദിവസം. അപ്പം പാഞ്ചാലി അതുകൊണ്ട് വൈകിട്ടൊക്കെ കഴിക്കത്തുള്ളൂ, വൈകുന്നേരം വരെയൊക്കെ പട്ടിണിയൊക്കെ ഇരിക്കും, കാരണം ആരെങ്കിലും വന്നാലൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഈ ദുര്യോധനൻ എന്ത് ചെയ്തു? ഇവരെ എങ്ങനെയെങ്കിലും പൂട്ടിക്കെട്ടണമെന്നാണല്ലോ ദുര്യോധനന്റെ ആഗ്രഹം. ഈ ദുർവാസാവിനോട് പറഞ്ഞു, നല്ല രീതിയിലാണ് പറയുന്നത്, അവരെ ഒന്ന് പോയി അനുഗ്രഹിക്കണം, എന്റെ സഹോദരങ്ങള്, അവർക്ക് ഈ ഇത് കിട്ടിയിട്ടുണ്ട്, അക്ഷയപാത്രം കിട്ടിയിട്ടുണ്ട്, അവിടെ പോയി കുറെ പേരുമായിട്ട് ചെല്ലണം, എത്ര പേര് ചെന്നാലും അവിടെ പോയ ഭക്ഷണം കിട്ടും, ഇഷ്ടമുള്ള കിട്ടും. പക്ഷെ എന്നിട്ടൊരു ഇത് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞിട്ടാ ചെല്ലാവുള്ളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ ദുർവാസാവ് വരുന്നു, ആയിരക്കണക്കിന് പേരുമായിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര പേരുമായിട്ട് വന്നാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പാഞ്ചാലിയുടെ ഭക്ഷണം കഴിച്ചു പോയായിരുന്നു. ഒന്നുമില്ല, പാഞ്ചാലി വിഷമിച്ച, ദുർവാസാവാണെ കോപിഷ്ഠനാ അല്ലെ, ഒന്നും അറിഞ്ഞാൽ കുലം പോലൂടെ നശിപ്പിക്കും ശപിച്ച്. അപ്പൊ പാഞ്ചാലി വേഗം സ്വീകരിച്ചൊക്കെ ഇരുത്തിട്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേഗം കുളിച്ചു വാ, ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം കൃഷ്ണനെ സ്മരിക്കുവാണ്. അന്നേരം കൃഷ്ണൻ എന്ന് വിചാരിക്കുന്നുള്ളല്ലേ, ഭഗവാനെ ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കും ഭക്ഷണം ഈ മഹർഷിക്ക്, ഈ അനുയായികൾക്ക് എന്ന് പറയുമ്പോ അന്നേരം കൃഷ്ണൻ ഓടി വരുവാണ്. കൃഷ്ണൻ വന്ന് പറയാം, കൃഷ്ണ എന്നാ വിളിക്കുന്നത്, കൃഷ്ണ അല്ലെ, കൃഷ്ണ എനിക്ക് വിശക്കുന്നെന്നും പറഞ്ഞാ വരുന്നത് അല്ലേ. എന്താ പറയാ, ഭഗവാനെ അവിടെ നിന്ന് അറിയുന്നില്ലേ, അറിയരുതോ, എനിക്ക് ഇവിടെ തന്നെ ഒന്നും ഇല്ലെന്ന് അറിയരുതോ, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പറഞ്ഞ് വേഗം പാത്രം എടുത്തോണ്ടോ നോക്കട്ടെ എന്ന് പറയുമ്പോഴാണ് അന്നത്തെ ചീരക്കറി ആയിരുന്നു, ചീരയിലക്കറി, അതിന്റെ ഒരു ശരിക്കും കഴുകാത്തതുകൊണ്ട് അതിന്റെ ഒരു കഷ്ണം അവിടെ ഇരുന്നു. അതെടുത്ത് കൃഷ്ണൻ ശാപ്പിട്ടു. അപ്പൊ തന്നെ ദുർവാസാവിന് അവിടെയൊക്കെ ആ കുളിച്ചുകൊണ്ടിരുന്ന അവർക്ക് വയറങ്ങ് വല്ലാതെ വീർത്തു, ഇനി ഒരു തുള്ളി ആഹാരം അവർക്ക് ചെല്ലത്തില്ല. അപ്പൊ അങ്ങനെ അവരപ്പൊ ഇങ്ങനെ ആരാണോ വിചാരിക്കുന്ന ആ ഭക്തജനത്തിൽ വാത്സല്യമുള്ളവനെ, ഇനിയും അനേകായിരം കഥയുണ്ട് കൃഷ്ണന്റെ ഭക്തജന വാത്സല്യത്തെ കുറിച്ച് അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടെണ്ണം ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. നീരജാക്ഷ, നീരജാക്ഷ എന്ന് പറഞ്ഞ എന്താണ്? നീരജം എന്താണ്? നീരിൽ ജനിക്കുന്ന എന്താണ്? താമര, താമര കണ്ണ എന്ന് പറഞ്ഞ എന്താണ്? എന്തുപോലെയുള്ള കണ്ണോട് കൂടിയവനെ? താമര പോലെയല്ല, താമര ഇതള് പോലെയുള്ള കണ്ണുകൾ. ആ താമര ഇതളിന്റെ ഷേപ്പ് എന്താണ്? ഈ അറ്റം ഇങ്ങനെ കൂർത്ത്, രണ്ടറ്റവും കൂർത്തിട്ട് നടുഭാഗം ഇങ്ങനെ വിടർന്ന് നല്ല നീണ്ടിടം പെട്ടാന്നൊക്കെ പറയും അല്ലെ, അങ്ങനെയുള്ള താമരക്കണ്ണ. പിന്നെ എന്താണ്? ശ്രീ ഭൂപതേ ഹരഹരേ സകലാമയമ്മേ, ലക്ഷ്മി ദേവിയുടെയും ഭൂമിപതി ദേവിയുടെയും പതിയായിട്ടുള്ളവനെ, എന്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ല. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ എന്താണ് വർണ്ണിച്ചിരിക്കുന്നത്? സൗന്ദര്യം വർണ്ണിച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ ആ മുടി, ആ ശരീരത്തിന്റെ ശോഭ, ശരീരം എന്തുപോലെയാന്നാ പറഞ്ഞിരിക്കുന്നേ? കായാമ്പു, കളയബരമാണ് ശരീരം, അവിടുത്തെ വാക്ക്. കളായ കളയബരം, കളായം കായാമ്പുവാണ്. കായാമ്പു പോലെയുള്ള ശരീരത്തോടു കൂടിയവനെ, കാർമേഘവർണ്ണ. പിന്നെ എന്താണ്? ബർഹിബർഹത്തെ തലയിൽ ചൂടിയവനെ, എന്താണ്? മയിൽപീലിയെ തലയിൽ ചൂടിയവനെ, ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവനെ, വീരനെ, എന്റെ എല്ലാ ആമയങ്ങളെയും ഇല്ലാതാക്കി തന്നാലും, എന്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തന്നാലും എന്നിവിടെ പറയാണ്. അപ്പൊ ഇവിടെ ദുഃഖം, ആധി, വ്യാധി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ചുമ്മാ പനിയോ തലവേദനയോ ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞു അല്ലെ.
നമുക്കുണ്ടാകുന്ന എല്ലാ വിധത്തിലുമുള്ള ആദിവ്യാധികള്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അജ്ഞാനം, ഇതെല്ലാം നീക്കിത്തരുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 4-ാമത്തെ ശ്ലോകം ചൊല്ലിക്കേ. അത് ചൊല്ലുമ്പോഴത്തേന് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? ആനന്ദരൂപ. അവിടെ വേണേ ഒന്ന് നിർത്താം നമുക്ക്. നിങ്ങൾ എങ്ങനെയാ ചൊല്ലുന്നേ? ആനന്ദരൂപ ജനകാനക പൂർവ്വദുന്ദു അങ്ങ് നിർത്തും. കാരണം എന്താ? ട്യൂണ്, താളത്തിന്റെ പുറകെ പോകുമ്പോ. പക്ഷെ അവിടെ ഒരു വാക്ക് തീർന്നിട്ടില്ല. എന്താണ് അവിടുത്തെ വാക്ക്? ആനന്ദരൂപ ജനകാന. പിരിക്കുമ്പോ ഇങ്ങനെയാണ്: ആനന്ദരൂപ ജനകാനക പൂർവ ദുന്ദുഭി. ദുന്ദുഭി ആനന്ദ സാഗര. ഇങ്ങനെയുള്ള വാക്കാണ് ദുന്ദുഭ്യാനന്ദ. ഒന്നുകിൽ അങ്ങനെ പറയണം. എങ്ങനെ പറയണം? ദുന്ദുഭ്യാനന്ദ സാഗര എന്ന് പറയണം. ഇനി അഥവാ പിരിച്ചാൽ നമ്മൾ എന്ത് പറയണം? ദുന്ദുഭി ആനന്ദ സാഗര എന്ന് പറയണം. കേട്ടോ? അതൊന്ന് ചൊല്ലിക്കുന്നത് അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആനന്ദരൂപ ജനകാനക. വേണം അവിടെ ഒന്ന് ശ്വാസം വിടണമെന്നാണെങ്കിൽ ജനകാനക പൂർവദുന്ദുഭ്യാനന്ദ ഒരുമിച്ചെടുക്കണം. പൂർവദുന്ദുഭ്യാനന്ദ സാഗര സുധാകര സൗകുമാര്യ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം? ട്യൂണിപ്പോയാല് ആനന്ദരൂപ ജനകാനക പൂർവദുന്ദുഭി ആനന്ദ. അല്ലാതെ ഭ്യാനന്ദ എന്ന് പറയരുത് കേട്ടോ. അപ്പൊ എന്താണ് അവിടുത്തെ? ആനന്ദ രൂപ. എന്താണ്? ആനന്ദം സ്വരൂപമായവനെ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും കൃഷ്ണൻ എങ്ങനെയാണ്? നല്ല ചിരിച്ച് സന്തോഷിച്ച ഒരു കൃഷ്ണനെ ഒരു ദേഷ്യപ്പെട്ട ഒരു ഫോട്ടോയിലോ പടത്തിലോ വല്ലോ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ ആനന്ദം സ്വരൂപമായവനെ, സാക്ഷാത് പരബ്രഹ്മ രൂപനെ, ആനന്ദം സ്വരൂപനായവനെ, പരബ്രഹ്മ സ്വരൂപനെ. അടുത്ത എന്താണ്? ജനകാനക പൂർവദുന്ദുഭി. ജനകൻ ആരാണ്? അച്ഛൻ. അച്ഛനായ ആനകം ദുന്ദുഭി. രണ്ട് വാക്കുകളാണ്. ആനക ദുന്ദുഭി അച്ഛന്റെ പേരാണ്. അതായത് ആനക ദുന്ദുഭി എന്നുള്ള ഒരു വാക്കാണ്. ആനക ദുന്ദുഭി എന്ന് പറഞ്ഞാൽ എന്താണ്? വസുദേവർ എന്നാണ് അർത്ഥം. ആനക ദുന്ദുഭി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വസുദേവർ. ആനക ദുന്ദുഭി വസുദേവർ. എങ്ങനെയാണ് വസുദേവർക്ക് ഈ ആനക ദുന്ദുഭി എന്നുള്ള പേര് കിട്ടിയത്? വസുദേവരുടെ ജനന സമയത്ത്, വസുദേവര് ഉണ്ടായ സമയത്ത്, ശ്രീകൃഷ്ണന്റെ അച്ഛനായ വസുദേവരുണ്ടായ സമയത്ത് ആനകം ദുന്ദുഭി എന്ന് പറയുന്ന രണ്ട് വാദ്യങ്ങള് ദേവന്മാര് മുഴക്കി. ദുന്ദുഭി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? സിനിമാ പാട്ടുണ്ടല്ലോ, ദുന്ദും ദുന്ദും ദുന്ദുഭി നാദം. അപ്പം തന്നെ നമുക്കറിയാം എന്താണ്? ഒരു നാദമുള്ളതാണ്, ഒരു വാദ്യമാണ്. അപ്പം ആനകം ദുന്ദുഭി എന്ന് പറയുന്ന രണ്ട് ദേവവാദ്യങ്ങള് ഈ വസുദേവരുണ്ടായ സമയത്ത് ദേവന്മാര് മുഴക്കി. അതുകൊണ്ട് വസുദേവർക്ക് ഒരു പേര് കിട്ടി. എന്ത്? ആനക ദുന്ദുഭി. ഇവിടെ പറയുന്ന എന്താണ്? അച്ഛനായ ആനക ദുന്ദുഭിക്ക് ആനന്ദ കടലായവനെ, ആനന്ദ സാഗരമായവനെ. ആ വാക്കിന്റെ അത്രം ഒരുമിച്ചെടുത്താൽ അർത്ഥം പറയാവോ? ജനകാനക പൂർവദുന്ദുഭ്യാനന്ദ സാഗര. അതൊരൊറ്റ വാക്കാ. എങ്ങനെയാണ്? അച്ഛനായ ആനക ദുന്ദുഭിക്ക് ആനന്ദ കടലായവനെ. നമുക്കറിയാം മക്കള് നമുക്ക് എപ്പോഴും എന്താണ്? ആനന്ദം തരുന്നവരാണ്, അല്ലെ? എങ്ങനെയുള്ള മക്കള്? നല്ല മക്കള്. നല്ല മക്കള് നമുക്ക് മാതാപിതാക്കന്മാരെ എപ്പോഴും എന്ത് ചെയ്യും? ആനന്ദ സാഗരത്തിൽ ആറാടിക്കും, അല്ലെ? ആനന്ദ കടല്. അവരെ കാണുന്ന മാത്രമേ ഏത് മക്കൾക്കും മക്കള് ആനന്ദ കടലിലാണ്. പക്ഷെ ചീത്ത മക്കൾ അല്ലെങ്കിൽ ചീത്ത മക്കളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ചീത്ത പ്രവൃത്തികളിലൂടെയോ അല്ലെ ദുഷ്പേരിയൊക്കെ കേൾപ്പിക്കുന്ന മക്കള് അച്ഛനമ്മമാരെ എന്ത് ചെയ്യും? ദുഃഖസാഗരത്തിൽ ആറാടിക്കും എന്ന് പറഞ്ഞാൽ ദുഃഖക്കടലുണ്ടാവും. അപ്പൊ ഇവിടെ അച്ഛനായ ആനക ദുന്ദുഭിക്ക്, അച്ഛനായ വസുദേവർക്ക് കൃഷ്ണനെ കാണുന്ന മാത്രയിൽ എന്തുണ്ടാകുന്നു?
ആനന്ദക്കടൽ പോലെയാണ്. സ്വാനുഭവ ഗീതയിൽ മുമ്പേ ഞാൻ പറഞ്ഞു ആനന്ദക്കടൽ പൊങ്ങി അല്ലെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ഒരു പ്രയോഗമാണ് ഈ ആനന്ദക്കടൽ എന്ന് പറയുന്നത്. അപ്പൊ വേറൊന്നും കൂടെ ഉണ്ട്. അടുത്ത വാക്ക് സുധാകരൻ എന്നാണ്. സുധാകരൻ എന്ന് പറഞ്ഞ ആരാണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ പ്രകൃതിയില് അല്ലെ ചന്ദ്രൻ ഉദിക്കുമ്പോൾ ചന്ദ്രന്റെ വരവില് പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാകും. എന്താണ്? ചന്ദ്രന്റെ വരവില് കടലില് വേലിയേറ്റം ഉണ്ടാകും എന്ന് പറയും. ചന്ദ്രന്റെ വരവില് പ്രകൃതിക്ക് ഉണ്ടാകുന്ന മാത്രം എന്താണ്? കടലില് വേലിയേറ്റം ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ചന്ദ്രൻ ഇവിടെ ആരാണ്? കൃഷ്ണനാകുന്ന ചന്ദ്രൻ. കൃഷ്ണനാകുന്ന ചന്ദ്രനെ കാണുമ്പോൾ തന്നെ കടലാകുന്ന വസുദേവർക്ക് എന്തുണ്ടാകുന്നു? ആനന്ദത്തിന്റെ വേലിയേറ്റം ഉണ്ടാകുന്നു. അതാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെ. ആ പ്രയോഗം നോക്കിക്കേ, ഭഗവാന്റെ കവിത്വ സിദ്ധിയാണ് അവിടെ മനസ്സിലാക്കാൻ. വേറെ ഒരു പദവും ചന്ദ്രൻ സൂര്യൻ ഒന്നുമല്ല അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ചന്ദ്രൻ ഉണ്ടാകുമ്പോൾ പ്രകൃതിയിൽ വേലിയേറ്റം ഉണ്ടാകുന്നത് പോലെ ചന്ദ്രനാകുന്ന ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ഏറ്റവും നല്ല മകനാണ്. നാടിനും നാട്ടുകാർക്കും ലോകം മുഴുവൻ കീർത്തിമാനായ സ്വന്തം പുത്രനെ കാണുമ്പോൾ എന്താണ്? പിതാവായ വസുദേവർക്ക് ആനന്ദക്കടൽ, ആനന്ദത്തിന്റെ വേലിയേറ്റം ഉണ്ടാകുന്നു. പിന്നെ ചന്ദ്രന്റെ ആ സൗന്ദര്യവും ചന്ദ്രന്റെ ആ സുഖ ശീതളിമയും എല്ലാം അവിടെ പറയുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയുള്ളതാണ്? ആ സൗന്ദര്യം ഒത്തിണങ്ങിയവനാണ്. അതുപോലെ തന്നെ ചന്ദ്രനെയാണല്ലോ നമ്മളെപ്പോഴും സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ചന്ദ്രനെയാണ് എപ്പോഴും സൗന്ദര്യത്തിന്റെ നിറകുടമായിട്ട് പറയുന്നത്. അപ്പൊ അതുപോലെ സൗന്ദര്യം തികഞ്ഞവനാണ്. സുഖശീതളിമ, ചന്ദ്രൻ വരുമ്പോഴേ എന്ത് കിട്ടുന്നു? എല്ലാവർക്കും തണുപ്പും അതുപോലെ തന്നെ നല്ല നിലാവും ഒക്കെ. അപ്പൊ കൃഷ്ണനെ കാണുന്ന ഉടനെ തന്നെ എല്ലാവർക്കും ആ പൂനിലാവളി പരത്തുന്ന ആ പുഞ്ചിരിയുള്ള ആ ഭഗവാന്റെ സാന്നിധ്യം തന്നെ എല്ലാവർക്കും എന്താണ്? ആനന്ദക്കടല് പൊങ്ങുന്നത് പോലെയാണ്. പിന്നെ സൗകുമാര്യ എന്ന് പറഞ്ഞ അഴകാർന്ന, ചന്ദ്രനെ പോലെ അഴകാർന്നവനെ. അപ്പൊ ആ രണ്ട് വരിയുടെ എന്താണ്? ആനന്ദം സ്വരൂപമായവനെ, പരബ്രഹ്മ സ്വരൂപനെ, ജനകാനക പൂർവദുന്ദഭ്യാനന്ദ എന്ന് പറഞ്ഞ എന്താണ്? അച്ഛനായ ആനക ദുന്ദുഭിക്ക്, ആനക ദുന്ദുഭി ആരാണ്? വസുദേവർ. ആനകം ദുന്ദുഭി എന്ന ദേവവാദ്യങ്ങൾ മുഴങ്ങിയ കൊണ്ടാണ്, ജനന സമയത്ത് മുഴങ്ങിയ കൊണ്ടാണ് വസുദേവർക്ക് ആ പേര് കിട്ടിയത്. ആ ആനക ദുന്ദുഭിക്ക് ആനന്ദ സാഗരമായവനെ, ചന്ദ്രനെ പോലെ സൗകുമാര്യത്തോടു കൂടിയവനെ. പിന്നെ പറയാണ് മാനാപമാന സമമാനസ രാജഹംസ. മാനത്തെയും അപമാനത്തെയും സമമാനസനായിട്ട് ഒരുപോലെ കണ്ടവനെ, ഒരുപോലെ കണ്ടവരിൽ രാജഹംസമായിട്ടുള്ളവനെ. നമുക്കറിയാം ശ്രീകൃഷ്ണൻ എത്രമാത്രം അപമാനങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ. ഭഗവാൻ എന്ന് നമ്മൾ പറയും ജനിച്ചപ്പം മുതൽ എന്താണ്? ആ ജനിച്ചപ്പം മുതൽ സ്വന്തം മാതാവിൽ നിന്ന് വേർപെടുത്തുന്ന ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ മുതല് അല്ലെ, ആ കുഞ്ഞായിരിക്കുമ്പോൾ എത്രയോ പേര് കൊല്ലാനായിട്ട് കംസൻ എത്ര പേരെ വിടുന്നു കൊല്ലാൻ. അവിടെ എല്ലാം അപമാനം. പിന്നെ കാലിച്ചക്കൻ, ഇടയച്ചക്കൻ എന്നൊക്കെയുള്ള പേര് ആരാണ്? എത്രയോ പ്രാവശ്യം ശിശുപാലനൊക്കെ എത്ര പ്രാവശ്യം. പിന്നെ സെമന്തകമണി കള്ളന് വിളിച്ചു കൃഷ്ണനെ, ജീവിതത്തില് കള്ളനാണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ഇവരുടെ അടുത്ത് ദുര്യോധനന്റെ ഒക്കെ അടുത്ത് ദൂതിനായിട്ട് ചെല്ലുന്ന സമയത്ത് ദുര്യോധനൻ കുറെ കണക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അപമാനിക്കുന്നുണ്ട്. കർണന്റെ അടുത്ത് കൃഷ്ണൻ ചെല്ലുന്നുണ്ട്, പാണ്ഡവരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ കർണൻ കൃഷ്ണനെ അപമാനിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അവസാനം വീണ്ടും ആരുടെയാണ്? ഗാന്ധാരിയുടെ ശാപവും ഏൽക്കേണ്ടി വരുന്നു. ആ കുലം പോലും നശിച്ചു പോട്ടെ. അപ്പോഴും എങ്ങനെയാണ് കൃഷ്ണൻ നിൽക്കുന്നത്? ഈ സമയങ്ങളിലെല്ലാം പുഞ്ചിരി തൂകിയാണ് അല്ലെ. ഒരിടത്തും എന്തില്ല? മാനത്തിലും അപമാനത്തിലും സമമായിട്ട് ആ കുറെ പൊക്കുമ്പോൾ നമ്മളൊക്കെയാണ് എങ്ങനെയാണ്? പുകഴ്ത്തലിൽ വീഴും അല്ലെ. നമ്മളൊക്കെയാണ് എങ്ങനെയാണ്? ചില പുകഴ്ത്തിയാൽ മതി, നമ്മൾ ആ ഭാഗത്ത് വീഴും അല്ലെ. അതേസമയം നമ്മളെ ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് കലിയാണ്, അത് ചോദിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവിടെ കൃഷ്ണ ഭഗവാനെയൊക്കെ കണ്ട് നമ്മളത് പഠിക്കണ്ടേ. മാനാപമാന സമമാനസ. ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതവുമായിട്ടും ചേർത്ത് നമുക്ക് പറയാം.
ഭഗവാനെ ഒത്തിരി അപമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ചോദ്യം ചെയ്യാനും ആദ്യത്തെ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ സമയത്തൊക്കെ ചോദ്യം ചെയ്യാനൊക്കെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഭഗവാൻ എന്തുപോലെയായിരുന്നു? ഒന്നിലും ഒരു കുലുക്കമില്ലാതെ. അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത്, വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങ് വസിപ്പോ മല പോലെ. ഒന്നിലും കുലുക്കമില്ല, ഒരു മല പോലെ അചഞ്ചലനായിട്ട്, അല്ലെ? പുകഴ്ത്തിയാലും വീഴത്തില്ല, അപമാനിച്ചാലും വീഴത്തില്ല. ആര്? രണ്ടുപേരും, കൃഷ്ണനാകട്ടെ ശിവനാകട്ടെ. അങ്ങനെ മാനാപമാന സമമാനസ രാജഹംസ, അങ്ങനെയുള്ളവരുടെ രാജഹംസമായിട്ടുള്ളവനെ. ഈ രാജഹംസം എവിടെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പറയും മാനസ സരസിലാണെന്ന് പറയും, അല്ലെ? മാനസ സരസിലാണ് ഹംസങ്ങളുടെ. മാനസ സരസ് എവിടെയാണ്? കൈലാസത്തിലാണ് മാനസ സരസ് എന്ന് പറയുന്ന ഒരു പൊയ്കയുണ്ട്, മഹാ എന്ന് പറയും, അല്ലെ? അപ്പൊ അവിടെയാണ് ഗംഗ ഉത്ഭവിക്കുന്നത് ഒക്കെ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനത്ത് ഇങ്ങനെ വേണം. നമ്മൾ എങ്ങനെയാണ് ദ്വന്ദ്ഭാവങ്ങളെയെല്ലാം അങ്ങനെ സമമായിട്ട് കാണണം. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, സുഖമുണ്ടാകും ദുഃഖമുണ്ടാകും ജീവിതത്തില്. അതിനെ എന്താണ് സ്വീകരിച്ച് സമമായിട്ട് കാണാം. എന്തൊക്കെയാണ് ഈ ദ്വന്ദ്ഭാവങ്ങള്? സുഖവും ദുഃഖവും മാത്രമാണോ? കയറ്റം ഇറക്കം, സാമ്പത്തികമായിട്ട് ചിലപ്പം, അല്ലെ? കയറ്റം ഉണ്ടാകും, ഇറക്കം ഉണ്ടാകും. അതുപോലെ പിന്നെ എന്താണ്? ഇരുട്ട് വെളിച്ചം. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ഇതുപോലെയുള്ള ദ്വന്ദ്ഭാവങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്തായിട്ട് കാണണം? സമമായിട്ട് കാണണം. ചൂട് തണുപ്പ് എന്നൊക്കെ പറയുന്ന ഏത് ഭാവത്തെയും നമുക്ക് എപ്പോഴും സുഖം മാത്രം ഉണ്ടാകണം, എപ്പോഴും ദുഃഖം എപ്പോഴും നല്ലത് മാത്രം വരണമെന്ന് നമ്മൾ ശഠിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ട്രെയിനിലൊക്കെ കയറി ഒരു തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇരുട്ടായല്ലോ, ദൈവമേ, നമ്മൾ പേടിക്കും, ഇതെപ്പ തീരും, അല്ലെ? അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റത്തില്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതെന്ത് സംഭവിക്കും? അത് മാറിക്കഴിയുമ്പോൾ വെളിച്ചം വരും. അല്ലാതെ എന്നും ജീവിതത്തിൽ എന്ന് തന്നെ ആയിരിക്കത്തില്ല, എന്നും ജീവിതത്തിലെ ദുഃഖം തന്നെ ആകത്തില്ല. അത് എവിടെ എന്തുണ്ടാകും? പുറമേ ഒരു സുഖം ഉണ്ടാകും, ഒരു കുന്നിനൊരു കുഴിയുണ്ടെന്ന് നമ്മൾ പറയുന്ന പോലെ, അല്ലെ? അപ്പൊ ആ സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ സമമായിട്ട് കാണാനായിട്ട് പഠിക്കണം. അങ്ങനെയുള്ളവരുടെ മനസ്സിലെ രാജഹംസമേ ശ്രീ ഭൂപതേ ഹര ഹരേ സകലാമയം മേ. അടുത്തതിലേക്ക് പോകാം. അടുത്ത ചൊല്ലിക്കേ. മഞ്ചീര അടുത്ത എന്താണ്? മഞ്ചീര മഞ്ചുമണി സിഞ്ചിത പാദപത്മ. മഞ്ചീരം എന്താണ്? മഞ്ചീരം നമ്മൾ സിനിമാ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടോ? മഞ്ചീരധ്വനി. മഞ്ചീരധ്വനി ഉണർത്തി മാനസ നിളയിൽ പൊന്നോളങ്ങൾ. മഞ്ചീരധ്വനി മഞ്ചീരധ്വനി, ധ്വനി എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം. അപ്പൊ മഞ്ചീരം എന്തായിരിക്കും? മഞ്ചീരം എന്ന് പറഞ്ഞാൽ കാലിൽ അണിയുന്ന ആഭരണം എന്നേ അർത്ഥമുള്ളൂ. പാദസരം, ചിലങ്ക, ചിലമ്പ്, അല്ലെങ്കിൽ നൂപുരം എന്നൊക്കെ പറയുന്ന പല പേരില്, അല്ലെ? അതിനെല്ലാം മഞ്ചീരം എന്നാ പറയുന്നത്. ചിലപ്പോൾ ഡാൻസുകാര് ചിലങ്കയായിരിക്കും കെട്ടുന്നത്. നമ്മള് സാധാരണ ഉള്ളൊരു പാദസരായിരിക്കും, അല്ലെ? കൊച്ചുപിള്ളേരുടെ അടുക്കല് കിങ്ങിണി എന്താ പറയുന്നത്? ഇങ്ങനെ കിലുങ്ങുന്ന അങ്ങ് അതും ഉണ്ടാക്കും, അല്ലെ? കാൽത്തള നമ്മൾ പറയും. ഇതെല്ലാം എന്താണ്? മഞ്ചീരമാണ്. അപ്പൊ മഞ്ചീര മഞ്ചുമണി സിഞ്ചിത പാദപത്മ. എന്താണ് അവിടെ? മഞ്ചീരത്തിന്റെ മഞ്ചുമണി എന്ന് പറഞ്ഞ മനോഹരമായ രത്നം. മനോഹരമായ രത്നങ്ങൾ പതിച്ചിട്ടുള്ള നല്ല പാദസരം, അല്ലെ നല്ല നൂപുരം, നല്ല ചിലമ്പാണ് ആരണിഞ്ഞിരിക്കുന്നത്? ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത്. ആ മണികളുടെ കിലുക്കം കൊണ്ടൊക്കെ സിഞ്ചിത പാദ പത്മത്തോടു കൂടിയവനെ, ആ ആഭരണങ്ങൾ കിലുങ്ങുണ്ടാകുന്ന നാദത്തോടു കൂടിയ പാദപത്മം. എങ്ങനെയുള്ള പാദമാണ്? താമരപ്പൂ പോലെയുള്ള പത്മമാണ്, പാദമാണ്. താമരപ്പൂ പോലെയുള്ള പാദമാണ്. താമരപ്പൂവിന്റെ പ്രത്യേകത എന്താണ്? നല്ല മൃദുത്വം, നല്ല മാർദ്ദവമാണ്. പിന്നെ എന്തുണ്ട്? നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്തുണ്ട്? നല്ല നിറം, നല്ല ചുവപ്പ്, അല്ലെ? നല്ല കുഞ്ഞുങ്ങളുടെ കാലടിയൊക്കെ നോക്കിക്കേ. കുഞ്ഞുണ്ടായി വരുമ്പോഴത്തെ
കാൽപാദം എങ്ങനെ ഇരിക്കുന്നത്? നല്ല ചുവന്ന് അല്ലെ, നല്ല ചുവന്ന്, നല്ല തുടുത്ത്, നല്ല മനോഹരമായിട്ട് നമുക്ക് ഉമ്മ വെക്കാൻ തോന്നുന്ന പോലെയുള്ള ആ പാദങ്ങൾ. അതുപോലെയാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? താമരപ്പൂ പോലെയുള്ള പാദം. അതാണ് പാദപത്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. പാദപത്മ എങ്ങനെയാണ്? അതിന് ആ പാദപത്മങ്ങളിൽ എന്തണിഞ്ഞിട്ടുണ്ട്? നല്ല മനോഹരമായ രത്നങ്ങൾ പതിച്ചിരിക്കുന്ന ആ കിലുക്കുന്ന മണികളോട് കൂടിയ നല്ല ചിലമ്പണിഞ്ഞവനെ അല്ലെ. നമ്മള് സിനിമാ പാട്ടോ അങ്ങനെ അല്ലാതെ തിരുവാതിരപ്പാട്ടോ ഒക്കെ ഉണ്ടല്ലോ. എന്താണ്? കിലുകിലേ എന്ന കിലുങ്ങും കാഞ്ചേന്ന് ചിലമ്പിട്ടോടിവ കണി കാണാൻ അല്ലെ. അങ്ങനെ കൃഷ്ണനെ ചിലമ്പ് ഇങ്ങനെയൊക്കെ എപ്പോഴും കൃഷ്ണന്റെ പാട്ടിലൊക്കെ വരുന്നതാണ് ചിലമ്പും ചിലങ്കയൊക്കെ. അപ്പൊ ശ്രീകൃഷ്ണദേവന്റെ ഭഗവാന്റെ ആ മനോഹരമായ താമരപ്പൂ പോലെയുള്ള ആ കാലടികളില് നല്ല രത്നം പതിച്ച ചിലമ്പ് അണിഞ്ഞവനെ കഞ്ചായദാക്ഷ. മുമ്പേ പറഞ്ഞു തന്നെയാണ് കഞ്ചായദാക്ഷൻ. കഞ്ചെന്ന് പറഞ്ഞ താമരയാണ്. മുമ്പേ ഒരു താമരക്കണ്ണ എന്ന് വന്നായിരുന്നല്ലോ. ഏതായിരുന്നു ആ വാക്ക്? താമരക്കണ്ണ. നീരജാക്ഷ, നീരജം താമരയെന്ന് ഞാൻ അവിടെ പറഞ്ഞു. ഇവിടെ പറയാണ് കഞ്ചായദാക്ഷ. എന്താണ്? താമരപ്പൂ പോലെയുള്ള ആയതം എന്ന് പറഞ്ഞ നല്ല നീണ്ട താമരപ്പൂവിന്റെ ഇതളിന്റെ പോലെ നല്ല നീണ്ടിടംപെട്ട കണ്ണുകളോട് കൂടിയവനെ കരുണാകര. കരുണാകര എന്താണ്? കരുണയുടെ ആകരമായിട്ടുള്ളവന്. ആകരം എന്താണ്? ഇരിപ്പിടം, സമുദ്രം എന്നൊക്കെ അറിയുന്നുണ്ട്. കരുണക്കടലേ. എവിടെയാണ് കരുണക്കടലേ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഒത്തിരി സ്ഥലത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കരുണാകര എന്നൊക്കെ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര അല്ലെ. കരുണാകര എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കരുണയുടെ ആകരമായിട്ടുള്ളവനെ. പിന്നെ ഉണ്ട് ശിവപ്രസാദ പഞ്ചകത്തില് ഗളമുണ്ട് കറുത്തതു നീ ഗരളം കളമുണ്ടത് കൊണ്ട് കൃപാനിധിയെ. കൃപാനിധി, കൃപയുടെ കരുണയുടെ നിധിയായിട്ടുള്ളവനെ, കരുണയുടെ കടലായിട്ടുള്ളവനെ. ഭഗവാൻ ദൈവം എന്ന് പറയുന്നത് എന്താണ്? കരുണയുടെ കടലാണ്. ഭക്തന്മാരോട് എപ്പോഴും കരുണയുള്ളവനാണ്. ഭക്തന്മാർ എന്ത് ചെയ്യുന്നു നോക്കുന്നില്ല. നമ്മൾ ഇനി എങ്ങനെ പെരുമാറിയാലും എന്താണ്? നമ്മളോട് കാരുണ്യം പൊഴിക്കുന്നവനാണ്. അപ്പം ചൈതന്യസ്വാമികൾ ഇത് പല പല ശ്ലോകങ്ങളില് പല പല മന്ത്രങ്ങളില് ശ്രീനാരായണ ഗുരുദേവനെയും കാരുണ്യക്കടലാണെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ഓം കാരുണ്യ സമ്പൂർണായ നമ, ഭക്തവത്സലായ നമ, അതുപോലെ തന്നെ കൃപാർദ്ര ഹൃദയായ നമ. ശ്രീനാരായണ ഗുരുദേവന്റെ പുഷ്പാഞ്ജലി മന്ത്രത്തിലെ ഒരു മന്ത്രമാണ് കൃപാർദ്ര ഹൃദയായ നമ എന്ന് പറയുന്നത്. എന്താണ്? കൃപ കൊണ്ട് ആർദ്രമായ ഹൃദയത്തോട് കൂടിയവനായിക്കൊണ്ട ഭഗവാന് നമസ്കാരം. ഭഗവാന്റെ ഹൃദയം എപ്പോഴും നനഞ്ഞായിരിക്കുന്നെന്ന്, ആർദ്രമാണ്. എങ്ങനെ? കൃപ കൊണ്ട്, മറ്റുള്ളവരോടുള്ള കരുണ കൊണ്ട്. എത്രയോ ഉദാഹരണം നമുക്കെടുക്കാം. ശ്രീനാരായണ ഗുരുദേവൻ മറ്റുള്ളവരോട് കരുണ കാണിച്ചവന് അല്ലെ. എത്ര വേണേലും പറയാനുണ്ട്. ചക്കം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അല്ലെ ആളുകളെ പിടിച്ചോണ്ട് വരും ഒരാളെ. ഭഗവാനെ ഇവന്റെ ചക്കം മോഷ്ടിച്ച്, അപ്പോഴത്തേന് ഭഗവാൻ അയാളെ വഴക്ക് പറയുമെന്നാണ് എല്ലാരും വിചാരിച്ചു. ഉടനെ ഭഗവാൻ എന്താ പറയുന്നത്? നിനക്ക് ചക്ക വേണമെങ്കിൽ പകല് വന്നിട്ടോണ്ട് പോയാൽ പോരെ അല്ല. ഇന്നൊക്കെ നമുക്ക് ആ ചക്കയുടെ വില അറിയത്തില്ല. പട്ടിണിയും പരിവട്ടവും ആയിട്ടിരിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിനക്ക് ചക്ക വേണമെങ്കിൽ പകല് വന്നിട്ടോണ്ട് പോയ, രാത്രി വന്ന പല ഇഴജന്തുക്കളും ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും എന്ന്. അങ്ങനെ കരുണയുടെ അനേകം ഉദാഹരണങ്ങള്. വേലു എന്ന് പറയുന്ന ഒരു ബാർബറുടെ കഥ നമുക്കറിയാം അല്ലെ. ദേഷ്യം വന്ന ഒരു കൊലപാതകം ചെയ്ത ബാർബറാണ്. എന്നിട്ട് ജയിലില് പിടിച്ചിട്ട് അവസാനം ജയിൽ ശിക്ഷയിൽ ഇളവ് കൊടുത്തു. രാജാവിന്റെ എന്തോ അഭിഷേകം കണ്ട് പ്രമാണിച്ചു. പക്ഷെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേന് വേലുവിനെ ആർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട. കാരണം എന്താ? കൊലപാതകി. അങ്ങനെയാണ് വേലു അദ്വൈതാശ്രമത്തെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഗുരുദേവൻ പറഞ്ഞു ഇവിടെ കൂടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വേലു ഒരു സിദ്ധനായിട്ട് മാറിയ കഥ നമുക്കറിയാം. അപ്പൊ അങ്ങനെ കരുണയുടെ കടലായിട്ടുള്ളവനെ. പിന്നെ എന്താണ്? സഞ്ജീവൻ ഔഷധ സുധാമയ. സഞ്ജീവനി എന്ന് പറഞ്ഞാൽ എന്താണ്? മൃതസഞ്ജീവനി നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിപ്പിക്കുന്നത്, മരണത്തിൽ നിന്ന് ജീവിപ്പിക്കുന്ന. അപ്പൊ മരണത്തിൽ നിന്ന് ജീവിപ്പിക്കുന്ന
അമൃതായിട്ടുള്ളവനെ. ആര്? കൃഷ്ണനെ വിളിച്ചിരിക്കുകയാണ്. മരണത്തിൽ നിന്ന് പോലും ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മരണമില്ലാത്ത അവസ്ഥ നമുക്ക് നൽകുന്നവനെ. ഏത്? മോക്ഷം. മരണമില്ലാത്ത ആ അവസ്ഥ നൽകുന്നവനെ, മോക്ഷ കാരുണിയായ ആ അമൃതത്വം നൽകുന്നവനെ. ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് കിട്ടും? മോക്ഷം കിട്ടും. അല്ലാതെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, അല്ലെ പിന്നെ എന്താ പറയുന്നേ? വേറെ ഉണ്ടല്ലോ, മോക്ഷ പ്രാർത്ഥനയിലുണ്ടല്ലോ, ഇനി ജന്മം എടുപ്പിക്കല്ലേ എന്നൊക്കെ പറയല്ലേ. പക്ഷെ എന്താണ് ആ മോക്ഷം എന്ന് പറയുന്നത്? ആ ജീവാത്മ പരമാത്മ ഐക്യമാണ്, അല്ലെ? അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊക്കെ ലഭിക്കാത്ത എന്തുകൊണ്ടാ? നമ്മൾ ഇനിയും ജനിച്ചോണ്ടിരിക്കും, ഇനിയും മരിച്ചോണ്ടിരിക്കും. ശങ്കര ഭഗവത്പാദര് പറഞ്ഞ പോലെ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം. വീണ്ടും അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ പിറന്നുകൊണ്ടിരിക്കും, ഗർഭസ്ഥനായി ഭൂമി ജനിച്ചും മരിച്ചും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മോഹം. മരിക്കാൻ കിടക്കുമ്പോഴും നമുക്ക് എന്താണ്? മോഹമാണ്. നമ്മുടെ മോഹങ്ങൾ എന്നാ തീരുന്നേ? 60 തീരുവോ? 70? അപ്പൊ പുതിയ പുതിയ മോഹങ്ങളാണ്, അല്ലെ? 90 മോഹം തീരത്തില്ല. അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് എന്താണ്? പൂന്താനം പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിയുണ്ടായി അതിനെ വേൾപ്പിച്ചൊരു ഉണ്ണിയുണ്ടായി. ആദ്യം ഉണ്ടാകും കല്യാണം കഴിച്ചു കഴിയുമ്പോ ഒരു കൊച്ചുണ്ടായി കാണണം. പിന്നെ അതും പറയുമ്പോ ആ കുഞ്ഞുണ്ടായി കണ്ട ഒരു കാണുമ്പോ അതിനൊരു കുഞ്ഞിക്കാല് കാണണം, അല്ല ഇവന്റെ ഒരു കല്യാണം കഴിക്കണം, പിന്നെ അതിനൊരു കുഞ്ഞിക്കാല്. ആ കുഞ്ഞിക്കാലിനെ കണ്ടു കഴിയുമ്പോഴോ ആ കുഞ്ഞിക്കാലൊന്ന് കല്യാണം കഴിച്ചു കാണണം. ഇങ്ങനെ മോഹങ്ങൾ അങ്ങ് നീളുവാണ്. അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് എന്താണ്? ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്ന പാവം ശിവശിവ, അല്ലെ? അപ്പൊ ഇങ്ങനെ മോഹങ്ങൾ ഒടുങ്ങാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ആ ഭക്തന്മാർക്ക് പരമമായ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവനെ, സാധുരമ്യ, സജ്ജനങ്ങൾക്ക് രമ്യനായിട്ടുള്ളവനെ, സജ്ജനങ്ങൾക്ക് അനുകൂലനായിട്ടുള്ളവനെ, അവരെ രമിപ്പിക്കുന്നവനെ, അവരെ സന്തോഷിപ്പിക്കുന്നവനെ. ശ്രീ ഭൂപതേ ഹരഹരേ സകലാം. അപ്പൊ മരണസ്വരൂപനാണ്, മരണമില്ലാതാക്കുന്ന അമൃത സ്വരൂപനാണ് ഭഗവാൻ. അമൃത സ്വരൂപനാണെന്നാണ്. ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാർക്ക് ജനന മരണാദി സംസാര ദുഃഖങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുന്നു, നിത്യനിർവാണം ലഭിക്കുന്നു, അല്ലെ? എങ്ങനെ? നമ്മൾ ഈ മോഹങ്ങളൊക്കെ ഒടുങ്ങി, അല്ലെ? മോഹങ്ങളൊക്കെ ഇല്ലാതായി നമ്മൾ ഭഗവാനെ ഭജിക്കണം. അടുത്ത ശ്ലോകം ചൊല്ലിക്കേ. മണിക്കൂറും കൂടെ ഉള്ളു, 3 ശ്ലോകമുണ്ട്. സുരധിരഥ കേസരി വീര ഘോര വൈരാഗരാമയ പെട്ടെന്ന് പറഞ്ഞുവോ? കംസാസുര ദുരത കേസരി. കംസനാകുന്ന അസുരനാണ് കംസാസുരൻ, അല്ലെ? കംസാസുരനാകുന്ന ദുരതത്തിന്, ദുരതം എന്ന് പറഞ്ഞാൽ അറിയാം എന്താണെന്നാ? ആന. കംസനാകുന്ന ആനയ്ക്ക്, കംസനാകുന്ന അസുരൻ, ആ കംസനാകുന്ന ആനയ്ക്ക് കേസരി ആയവനെ, കേസരി എന്താണ്? സിംഹം. ആനയ്ക്ക് ഒരു പേടിയുള്ള ഒരേ ഒരു ജീവി എന്താണെന്ന് അറിയാവോ? ആനയ്ക്ക് പേടിയുള്ള, ഏറ്റവും പേടിയുള്ള ജീവി ഏതാണ്? സിംഹമാണ്. ഏത് കൊലകൊമ്പനായ മതയാനയും മതിച്ചു നിൽക്കുന്ന ആനയും പേടിച്ച് വിറയ്ക്കുന്നത് എപ്പോഴാണ്? സിംഹത്തിന്റെ മുമ്പിലാണ്. സിംഹം ആനയുടെ മസ്തകമൊക്കെ അടിച്ചു പൊളിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ആന എന്ന് പറയുമ്പോൾ ഭയങ്കര വലിപ്പമാണ്, അല്ലെ? പക്ഷെ സിംഹം ചെറുതാണ്. പക്ഷെ സിംഹത്തിന് എന്താണ്? കരുത്താണ്, അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കംസനാകുന്ന ആ ആനയ്ക്ക് കേസരിയായവനെ, സിംഹമായവനെ. കംസനെ വധിച്ചവൻ ആരാണ്? കൃഷ്ണനാണ്. കംസന് ഭയങ്കര വലിപ്പമായിരുന്നു, കൃഷ്ണ ബാലനായിരുന്നു. പക്ഷെ ആ ആനയുടെയും സിംഹത്തിന്റെയും വ്യത്യാസം ശാരീരിക വലിപ്പത്തിൽ കാണും, പക്ഷെ കരുത്തില് ആരായിരുന്നു? ഭഗവാനായിരുന്നു. അപ്പൊ കംസനാകുന്ന അസുരന് സിംഹമായി മാറിയവനെ, വീരനായിട്ടുള്ളവനെ. മുമ്പേ നമ്മൾ പറഞ്ഞു, വീരൻ നമ്മൾ പറഞ്ഞാണ്, എത്രയോ വീര കാര്യങ്ങൾ ചെയ്തവനെ. അപ്പൊ നമ്മൾ ഇത് ചൊല്ലുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണേ. കംസാസുര ദുരത കേസരി വീര, അവിടെ ഒന്ന് നിർത്തണം.
നമ്മൾ വീരഘോര എന്ന് പറയും. അങ്ങനല്ല, കംസാസുരധിരഥ കേസരി വീര. പിന്നെ ഘോര അപ്പുറത്തെ വാക്കിനോട് ചേർത്ത് സന്ധി ചെയ്താ പറയണ്ടേ. ഘോര വൈരാഗര, അത് ഒരുമിച്ചെടുക്കണം. ഘോര വൈരാഗരാമയ വിരോധക രാജശൗരി കേട്ടോ. അപ്പൊ ഘോര വൈരാഗ രാമയ വിരോധക രാജശൗരി എന്ന് പറഞ്ഞ എന്താണ്? ഘോരങ്ങളായ കഠിനങ്ങളായ ദുഃഖങ്ങൾക്ക്, ആമയങ്ങൾക്ക്, സങ്കടങ്ങൾക്ക് വിരോധകനായിരിക്കുന്ന, മുമ്പേ പറഞ്ഞതാണ്, നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതാക്കുന്നവനാണ് അല്ലെ. അപ്പൊ നമ്മുടെ സങ്കടങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ ദുഃഖങ്ങൾ ഏതൊക്കെയാണ് പറയുവാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞു രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു ആദി വ്യാധി, ഇതൊന്നും മാത്രമല്ല നമ്മുടെ മനസ്സിലെ കാമക്രോധ ലോഭ മോഹാദികളൊക്കെ എന്താണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിന്റെ കാരണം എന്താന്ന് പറയാമോ? നമ്മുടെ മനസ്സിലെ ഈ 6 കാര്യങ്ങളാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അത് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, പക്ഷെ അത് പറയാൻ സമയമില്ല. അത് തന്നെ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം. എന്റെ ഭഗവാനെ 6 ശത്രുക്കൾക്ക് എന്റെ മനസ്സിനെ വിളയാടാൻ അനുവദിക്കരുതേ. കാമവും ക്രോധവും ലോഭവും. പലപ്പോഴും നമ്മുടെ മനസ്സ് വേസ്റ്റ് ബാസ്ക്കറ്റാണ്. എന്താണ്? മറ്റുള്ളവരോടുള്ള പകയും കുശുമ്പും അസൂയയും കുന്നായ്മയും ഇതെല്ലാം നിറച്ചു വെച്ചിരിക്കുക. അവിടെയോട്ടാണ് നമ്മൾ പറയുന്നത്, ഭഗവാനെ നീ വന്നിരുന്നാലും. എങ്ങനെ വരാനാ? എവിടെ വന്നിരിക്കാനാ? ഭഗവാനെ ഇരിക്കാൻ ഇടയുണ്ടോ? എന്ത് ചെയ്യണം? ആദ്യം ഇതിനെയെല്ലാം എടുത്ത് പുറത്ത് കളയണം, ക്ലീൻ ചെയ്യണം. ആര് കളയും? ബംഗാളികളെ വിളിക്കണം. ആര് വരും? നമ്മൾ തന്നെ കളയണം. ഇതെല്ലാം കളഞ്ഞാലേ ഭഗവാൻ ഉള്ളിലേക്ക് വരുവുള്ളൂ. അല്ലാതെ 10 നേരം അമ്പലത്തിൽ പോയിട്ടോ ഒന്നും കാര്യമില്ല. ആദ്യം ഇതെല്ലാം എടുത്തു കളയണം. ഈ ഷഡ്വൈരികളെ എടുത്തു കളയണം. കാമക്രോധ ലോഭ മോഹാദികളോട്. അപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിക്കും, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്കാരും ശത്രുക്കളില്ലെന്ന് പറയും. ഞാൻ എല്ലാവരോടും നല്ലതായിട്ടാണ് പെരുമാറും. പക്ഷെ പുറത്തല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ എവിടെ തന്നെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ 6 ശത്രുക്കൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ദുഃഖം. നമ്മുടെ വാവിട്ട വാക്കും നമ്മുടെ വേണ്ടാത്ത പ്രവൃത്തിയും ഒക്കെ തന്നെയാണ് എന്താ നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം എന്ന് പറയുക. അപ്പൊ ഈ കാമക്രോധ ലോഭ മോഹാദികളെയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെയൊക്കെ എടുത്ത് കളയുന്നവനെ ശൗരി എന്താണ്? ധീരനായിട്ടുള്ളവനെ. പിന്നെ വേറെയുണ്ട് ശൗരി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാക്കിന്റെ ഒരു ഇതും കൂടെ ഉണ്ട്. അതായത് വസുദേവരുടെ അച്ഛൻ ആരാണ്? ശൂരസേനന്റെ പുത്രനായ കൊച്ചുമകനാണ് ആര്? ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പറയും? ശൗരി എന്ന് പറയും അല്ലെ. എന്തുകൊണ്ട് ശൗരി അല്ലെ? ശൗരി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ശൗരി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ശൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ശൂരസേനന്റെ പുത്രനായവനെ, പൗത്രനായിട്ടുള്ളവനെ, വസുദേവരുടെ പുത്രനായിട്ടുള്ളവനെ, ഹംസാതിരമ്യ സരസീരുപ പാദമൂല. അത് ഈ പറഞ്ഞ പോലെ ഹംസൻ എന്നിവിടെ പറഞ്ഞ ഈ മുമ്പേ പറഞ്ഞ ആത്മജ്ഞാനികളാണ്. തപസ്സിലൂടെ ആത്മജ്ഞാനം നേടുന്നവരാണ് ഹംസൻ, പരമഹംസനൊക്കെ. നമ്മൾ പറയും ശ്രീനാരായണ പരമഹംസൻ, ശ്രീ ശങ്കര പരമഹംസ അല്ലെ. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ പറയും പരമഹംസന്മാരെന്ന് പറയും. അവരെന്താണ്? ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനികളാണ്, ബ്രഹ്മജ്ഞാനികളാണ്. ആ ബ്രഹ്മജ്ഞാനികൾക്ക് ആനന്ദം നൽകുന്ന കാലടി താമരകളോട് കൂടിയവനെ സരസീരുഹ പാദമൂല. അവിടെയും സരസീരുഹം, താമരപ്പൂ പോലെയുള്ള കാലടികളോട് കൂടിയവനെയാണ് പറയുന്നത്. ആ കാലടിത്താരികൾ ആർക്ക് ആനന്ദം നൽകുന്നു? ഇതുപോലെയുള്ള പരമഹംസന്മാർക്ക് ആ കാലടിത്താരികൾ അഭയം നൽകുന്നു, ആനന്ദം നൽകുന്നു എന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം, അല്ലെങ്കിൽ സമയം പോകും. വിശദീകരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. അടുത്ത ചൊല്ലിക്കേ. സംസാര സങ്കടം അടുത്ത എന്താണ്? സംസാര സങ്കട വിസങ്കട കങ്കടായ. കങ്കടം എന്ന് പറഞ്ഞ പുതപ്പ്, ഒരു കവചം. ആ തണുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ല പുതപ്പൊക്കെ പുതയ്ക്കും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് യോദ്ധാക്കളൊക്കെ പടച്ചട്ട അണിയെന്ന് പറയും.
യുദ്ധത്തിലൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്, നമുക്ക് നല്ല കരുത്തുറ്റ, വിശങ്കടം എന്ന് പറഞ്ഞ കരുത്തുറ്റ, നല്ല കരുത്തുറ്റ ഒരു പടച്ചട്ട പോലെ നമ്മളെ രക്ഷിക്കുന്ന ഏതിൽ നിന്ന്? സംസാര സങ്കടത്തിൽ നിന്ന്. മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുമ്പോൾ പലവിധ ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ അവര് നല്ല പണക്കാരാ, അവർക്ക് ദുഃഖമില്ലെന്ന് വിചാരിക്കും. അവരോട് ചോദിക്കുമ്പോഴാണ് അവരാണ് ദുഃഖക്കടലിലാണെന്ന് പറയും. എങ്ങനെയൊക്കെയാണ് ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിത്യജീവിതത്തിലെ ഭയങ്കര ദുഃഖം. പണ്ടൊക്കെയാണ് ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആയിരുന്നു ദുഃഖം. ഇന്ന് ദാരിദ്ര്യമൊന്നും വലുതായിട്ടല്ല, സാമ്പത്തിക ചില ഇല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. നമ്മളെ പടങ്ങളൊക്കെ കാണും, ഓരോരുത്തരുടെയൊക്കെ പാമ്പ് കടിച്ചിയുടെ ഒരു കുട്ടി മരിച്ച കണ്ടില്ലായിരുന്നു, വീടും ഒക്കെ കണ്ടില്ലേ. അപ്പൊ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരൊക്കെ കേരളത്തിൽ ഇന്നും ഉണ്ട്. ഇനി സമ്പത്തുണ്ടെന്ന് വിചാരിച്ചു, അപ്പൊ പിന്നെ എന്താണ്, വേറെ ദുഃഖമായിരിക്കും. ചിലപ്പോൾ രോഗങ്ങളായിരിക്കും, രോഗങ്ങളായിട്ടുള്ള ദുരിതങ്ങൾ. ഇനി സമ്പത്തും ഇല്ലുണ്ട്, രോഗങ്ങളും ഒക്കെ ഇല്ല, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ദുഃഖമായിരിക്കും, കുഞ്ഞുങ്ങളില്ലെന്നുള്ളൊരു ദുഃഖമായിരിക്കും. കല്യാണം കഴിച്ച് എന്താണ്, അയ്യോ ഒത്തിരി നാളായി, വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ല, അത് വലിയൊരു ദുഃഖമാണ്, അനവത്യത ദുഃഖം എന്ന് പറയും. ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടേലോ, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായതിന്റെ ദുഃഖമായിരിക്കും. എന്താണ്, ഇതുണ്ടാകാതിരിക്കുമായിരുന്നു, ഇതിലും ഭേദം എന്ന് പറയുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായി പോകുന്നതിന്റെ ദുഃഖമായിരിക്കും. ഇനി അതൊന്നും അല്ല പ്രശ്നമെങ്കിലോ, നല്ല കുഞ്ഞുങ്ങളുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല സമ്പത്തുണ്ട്, വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, വാഹനമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ദാമ്പത്യ ദുഃഖമായിരിക്കും. എന്തായിരിക്കും, അവിടെ പ്രശ്നമായിരിക്കും, ഡിവോഴ്സ്, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ദുഃഖങ്ങള് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആ സംസാര ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഒരു കരുത്തുറ്റ പടച്ചട്ട പോലെ നമ്മളെ രക്ഷിക്കുന്നവനെ, ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചാൽ എന്തുണ്ട്, നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമുക്ക് ഇല്ലാതായി മാറും. നമ്മുടെ ഉള്ളിലെ അജ്ഞാനമൊക്കെ അതിനകത്ത് പെടും കേട്ടോ, എല്ലാ സങ്കടങ്ങളും. അത് തന്നെയാണ് ഗുരുദേവന്റെ പുഷ്പാഞ്ജലി മന്ത്രത്തിലും പറയുന്നുണ്ട്, ഓം സംസാര താപ ശമനായ നമ, സംസാര ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനെ. ഇതേ അർത്ഥം തന്നെ അവിടെയും നമുക്ക് പറയാം. പിന്നെ സർവാർത്ഥദായ, സർവാർത്ഥദായ എന്താണ്, സകല അർത്ഥങ്ങളെയും നൽകുന്നവനെ, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനെ. നമുക്കെല്ലാം ഓർത്ത് നോക്കിയാൽ എന്തെല്ലാം നമ്മളിപ്പം ചിലപ്പം പറയുന്നേക്കാം, ചിലർ പറയുന്നേക്കാം, ഓ എനിക്കൊന്നുമില്ല, എനിക്ക് എന്നതാ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഈ പ്രാണവായു വില കൊടുത്ത് മേടിക്കണമായിരുന്നെങ്കിലോ, ഈ 19 വർഷം ജീവിച്ചപ്പോ എത്ര രൂപ മുടക്കണമായിരുന്നു അല്ലെ. അതുപോലെ നമുക്ക് ലഭിക്കുന്ന ശുദ്ധജലം അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ഇതൊന്നും നമ്മൾ കാണാൻ നമ്മൾ പറയുവാണ്, കിട്ടാത്തതിനെ ചൊല്ലി വിലാപമാണ് നമ്മൾ. അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് എന്തെല്ലാം സൗകര്യങ്ങൾ, കയറി കിടക്കാനുള്ള വീട്, ആഹാരം, മരുന്ന്, അങ്ങനെയുള്ള എല്ലാത്തിനും അനുകൂലമായ കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ സിംഹത്തിന് അതിന് വേണ്ട, സിംഹത്തിനും പുലിക്കും ഒക്കെ എന്താണ്, ഒരു കെട്ട പുല്ല്, ഒരു കെട്ട വൈക്കോലാണോ ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അല്ല. അതിന് വേണ്ടത് അതിന്. അല്ലെങ്കിൽ ആടിനും പശുവിനും പഴമൊക്കെ നമ്മള് 4 കിലോ കോഴി, ചിക്കൻ, അങ്ങനെയൊക്കെയാണോ? അപ്പൊ എല്ലാ ജീവികൾക്കും, ഉറുമ്പ് തൊട്ട് മനുഷ്യര്, കാട്ടിൽ വസിക്കുന്ന എല്ലാത്തിനും അനുകൂലമായ എല്ലാ വസ്തുക്കളും ആർത്തിക്ക് വേണ്ടതൊന്നും തന്നിട്ടില്ലെന്നുള്ളതാണ്. മനുഷ്യൻ ആർത്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, എല്ലാം അവന് വേണ്ടി മാത്രം എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഭൂമിയുടെ താളം തെറ്റുന്നത്. അപ്പൊ അങ്ങനെ സർവാർത്ഥതായ എല്ലാം തന്നിട്ടുള്ളവനെ, സദയായ ദയയോടുകൂടിയവനെ, സനാതനായ എന്ന് പറഞ്ഞാൽ നശിക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ, നശിക്കാത്തവനായ. ശ്രീനാരായണ ഗുരുദേവന്റെ പുഷ്പാഞ്ജലി മന്ത്രത്തിലുണ്ട്, ഓം അവ്യയായ, നാശമില്ലാത്തവനായ, സച്ചിന്മയായ, സത്തും ചിത്തും സച്ചിദാനന്ദ സ്വരൂപനായ ഭവതേ സതതം നമോസ്തു. ഭഗവാനെ സതതം, എല്ലായ്പ്പോഴും നമ അസ്തു. നമ അസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നമിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ, എനിക്കെല്ലാം തന്നിട്ടുള്ള, എല്ലാ ആഗ്രഹങ്ങളും തന്നിട്ടുള്ള എൻ്റെ ഭഗവാനെ ഞാൻ നമിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 12:15 എൻ്റെ ടൈം. ഇനി 2-3 മിനിറ്റല്ലേ ഉള്ളൂ. അടുത്ത എന്താണ്, ചൊല്ലിക്കേ. ഭക്തപ്രിയായ
ഓരോ അത് നമുക്ക് അധികമൊന്നുമില്ല, എല്ലാം അറിയാവുന്ന തന്നെയാണ്, പറഞ്ഞതൊക്കെ തന്നെയാണ്. ഭക്തപ്രിയായ എന്താണ്? ഭക്തന്മാരിൽ പ്രിയമുള്ളവനെ. ഭവശോക വിനാശനായ, ഇപ്പം പറഞ്ഞ ഭവശോകം, ഭവ ദുഃഖം, സംസാര ദുഃഖത്തെ ഇല്ലാതെ എത്രയോ പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു. നമ്മുടെ ഉള്ള ദുഃഖം ഏത് രീതിയിലുള്ള, ശാരീരികമോ മാനസികമോ, നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയോ അജ്ഞാനമോ കാമക്രോധ ലോഭമോഹാദികള്, അങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങളെയും, ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവും ഒക്കെയുള്ള എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനെ. മുക്തിപ്രദായ, മോക്ഷത്തെ നൽകി അനുഗ്രഹിക്കുന്നവനെ. മുനിവൃന്ദ നിഷേവിതായ, മുനിമാരുടെ കൂട്ടങ്ങളാൽ സേവിക്കപ്പെടുന്നവനെ. എപ്പോഴും മുനിമാരുടെ കൂട്ടങ്ങളാൽ സേവിക്കപ്പെടുന്നവനെ. പിന്നെ എന്താണ്? നക്തന്തിവം ഭഗവതേ നതിരസ്മതീയ. നക്തന്തിവം എന്ന് പറഞ്ഞാൽ, നക്തം എന്ന് പറഞ്ഞാൽ രാത്രി, ദിവം പകൽ. നക്തഞ്ചരൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആരെയാ പറയുന്നേ? രാക്ഷസന്മാരെ പറയുന്ന നക്തഞ്ചരൻ എന്ന് പറഞ്ഞാൽ അവര് രാത്രി ചരിക്കുന്നവര്. അപ്പം രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ സദാ എല്ലായ്പ്പോഴും ഭവതേ ഭഗവത് നക്തന്തിവം ഭഗവതേ നതിരസ്മതീയ. നതിരസ്മതീയ എന്ന് പറഞ്ഞ പിരിക്കുമ്പം നദിഹി അസ്മതീയ. അസ്മതീയ എന്ന് പറഞ്ഞ എന്റെ നദി എന്ന് പറഞ്ഞാൽ എന്താണ്? നമസ്കാരം. നദിരസ്മതീയ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ നമസ്കാരം. ഭഗവാനെ അവിടുത്തേക്ക് എങ്ങനെയുള്ള ഈ ഭക്തപ്രിയനും ഭവശോക വിനാശകനും മുക്തിപ്രദായകനും മുനിമിരുന്ന നിഷേവിതനുമായ ഭഗവാനായിക്കൊണ്ട് എല്ലാ സമയത്തും എൻ്റെ നമസ്കാരം, രാത്രിയും പകലും എന്നില്ലാതെ എല്ലാ സമയത്തും. അങ്ങനെ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ മുക്തിയെ കൊടുക്കും. കംസന് വരെ മുക്തിയെ കൊടുത്തവനാണ്, അല്ലെ? കാരണം കംസൻ എന്തായിരുന്നു? 24 മണിക്കൂറും ഭഗവാനെ ഓർത്തോണ്ടായിരിക്കുന്നത്. എങ്ങനെയാ? അല്ലെ? അപ്പൊ അങ്ങനെ 24 മണിക്കൂറും ഭഗവാനെ ഓർത്തിരുന്നോണ്ട് കംസൻ എന്താ കൊടുത്തത്? മോക്ഷം. രാവണന് ശ്രീരാമൻ കൊടുത്തെന്ന് പറഞ്ഞ പോലെ, അല്ലെ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ നമ്മൾ പാടും, അല്ലെ? ഭഗവാനെ കുറിച്ച് പാടും, ഗുരുവായൂരപ്പനെ. അപ്പൊ ഒരു നേരമെങ്കിലും നമ്മൾ ഭജിച്ചാൽ, നമ്മള് കംസനെ പോലെ അത്ര ദുഷ്ടപ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നമുക്കും എന്ത് ചെയ്യും? മോക്ഷം തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇനി ഇതൊരു പ്രഭാഷണം പോലെ പോലും രസകരമാകത്തില്ല, എനിക്കതറിയാം. ഒരു കൃതി എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അതില് വളരെ താല്പര്യമുള്ളവർക്ക് മാത്രമേ അതില് എന്ത് ചെയ്യത്തുള്ളൂ, മുഴുവനായിട്ട് മുഴുകാൻ പറ്റും. അപ്പൊ ഞാൻ കൃതി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ കൃതി എടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, ഞാൻ പ്രഭാഷണം പറഞ്ഞാൽ പോരെ. അതാകുമ്പോൾ നമുക്ക് കുറച്ച് വേറെ മേമ്പടികളൊക്കെ കലർത്തി ആളുകൾക്ക് രസിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. ഇവിടെ ഞാനാണെങ്കിൽ കുറെ പുരാണകഥയെല്ലാം കൊണ്ടുവന്നു. അപ്പൊ പുരാണകഥ കുറയ്ക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്താണ്, ഒട്ടും പറയാതിരുന്നാൽ നിങ്ങൾക്ക് ഇതില് ഒരു രസം വരത്തില്ല. അപ്പൊ എൻ്റെ പരിമിതമായിട്ടുള്ള കഴിവിലും അറിവിലും ഒക്കെ നിന്ന് ശ്രീവാസുദേവാഷ്ടം എന്ന കൃതി, ഗുരുദേവന്റെ ഒരു കൃതി നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പോയിട്ട് ഒരു 25% പോലും വിചിന്തനം ചെയ്യാൻ പറ്റത്തില്ല. വേദാന്ത കൃതികളാണെല്ലാം. അപ്പൊ ഞാൻ വളരെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യാൻ സമയത്തിനും അനുസരിച്ച് കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഇതിൻ്റെ ഈ 26-ാം നമ്പർ ശാഖയുടെ ആദരണീയരായ സാരഥികൾക്ക്, അതുപോലെ തന്നെ വനിതാ സംഘത്തിന് നേതൃസ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ എന്നെ ഇവിടെ ശ്രവിച്ച നിങ്ങൾക്ക്, ഈ 1.5 മണിക്കൂറായിട്ട് എന്നെ ക്ഷമയോടെ, അല്ലെ, ബോറടിച്ചിട്ടൊക്കെ ഉണ്ടാകാം എനിക്കറിയാം, ശ്രവിച്ച. അപ്പൊ നിങ്ങൾ ശ്രീവാസുദേവാഷ്ടം ഇനിയും ചൊല്ലുമ്പോൾ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. വീട്ടിൽ പോയി വീണ്ടും ഒക്കെ വായിച്ച് അർത്ഥം മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇനി അർത്ഥമുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്തേ. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.